എല്ലാവർക്കും നമസ്കാരം. വിസ PSC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 2023 നടന്ന വുമൺ CPO പരീക്ഷയുടെ ചോദ്യപേപ്പറിൻ്റെ വിശകലനമാണ്. മുൻവർഷ ചോദ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ തവണ വുമൺ CPO പരീക്ഷ വന്ന ചോദ്യങ്ങളിൽ നിന്നും സ്പെഷ്യൽ ടോപ്പിക് അടക്കം അതുമായി സാമ്യമുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ 2024 വുമൺ CPO പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നിർബന്ധമായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണണം. ഓരോ ചോദ്യവും നിങ്ങൾക്ക് നാളെ വരാനിരിക്കുന്ന ഓരോ മാർക്കായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഒരു പ്രസ്താവന രീതിയിലുള്ള ചോദ്യം തന്നെയായിരുന്നു അല്ലേ. താഴെ തന്നിരിക്കുന്ന സംഭവങ്ങളെ അവ നടന്ന ക്രമത്തിൽ രേഖപ്പെടുത്തിയ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. അപ്പോൾ കയ്യൂർ സമരം, നിവർത്തന പ്രക്ഷോഭം, പുന്നപ്ര വയലാർ സമരം, പൂക്കോട്ടൂർ യുദ്ധം, 4 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. കയ്യൂർ സമരം, നിവർത്തന പ്രക്ഷോഭം, പുന്നപ്ര വയലാർ സമരം, പൂക്കോട്ടൂർ യുദ്ധം. പൂക്കോട്ടൂർ യുദ്ധം ഏത് വർഷമാണ് നടന്നതെന്ന് പറഞ്ഞേ? പൂക്കോട്ടൂർ യുദ്ധം 1921 കാലഘട്ടത്തിലാണ് അല്ലേ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്ലൈഡായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പറഞ്ഞാണ് പോകുന്നത്. ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ എഴുതിയെടുത്ത് പഠിക്കുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ 1921 മലബാർ കലാപത്തെ തുടർന്നാണ് എന്ത് നടക്കുന്നത്? പൂക്കോട്ടൂർ യുദ്ധം നടക്കുന്നത്. പൂക്കോട്ടൂരിൽ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു വടക്കേ വീട്ടിൽ മുഹമ്മദ്. അപ്പോൾ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷുകാരുടെ പോലീസ് ശ്രമിച്ചു. അതോടുകൂടിയാണ് ഈ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ പൂക്കോട്ടൂർ യുദ്ധം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത് വർഷമാണ്? 1921. അടുത്ത് നോക്കുക, നിവർത്തന പ്രക്ഷോഭമാണ് വരിക. നിവർത്തന പ്രക്ഷോഭം 1932 നിവർത്തന പ്രക്ഷോഭം ഏത് വർഷമാണ്? 1932. ശ്രദ്ധിക്കണേ, സർക്കാർ ഉദ്യോഗസ്ഥങ്ങളിലും അതുപോലെ തന്നെ നിയമസഭകളിലൊക്കെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് സംവരണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ ആരൊക്കെയായിരുന്നു? ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭകളിലും ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് സംവരണം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച പ്രക്ഷോഭമാണ് ഇത് നിവർത്തന പ്രക്ഷോഭം. ഇത് ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭം എന്നാണ് പറയുക. എന്താണ്? ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭം ഏത് വർഷമാണ്? 1932. ഇതിന് 3 പേരാണ് പ്രധാനമായിട്ടും നേതൃത്വം നൽകിയത്. 3 പേരാരൊക്കെയാണ്? NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ. NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ. അപ്പോൾ ഉത്തരവാദ ഭരണത്തിനായുള്ള പ്രക്ഷോഭമാണ് ഇത് നിവർത്തന പ്രക്ഷോഭം 1932. ഇനി അതിൽ മൂന്നാമത് നടക്കുന്നത് കയ്യൂർ സമരമാണ്. കയ്യൂർ സമരം 1941. ഏതാണ് വർഷം? 1941. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് കയ്യൂർ സമരം. കാസർഗോഡ് ജില്ലയിലാണ് നടക്കുന്നത്. ഓക്കെ, കാര്യങ്കോട് പുഴയ്ക്ക് സമീപം. ഇത് ഏത് നദീതീരത്ത് നടന്നു ചോദിച്ചിട്ടുണ്ടേ? കാര്യങ്കോട് പുഴയ്ക്ക് സമീപം കാസർഗോഡ് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് കയ്യൂർ സമരം. വർഷം 1941. ഓക്കെ, കയ്യൂർ സമരം പോലെ തന്നെ 2 സമരം കൂടെ ഓർത്തു വയ്ക്കണേ. കയ്യൂർ സമരം, മൊറാഴ സമരം, കരിവെള്ളൂർ സമരം. ഇപ്പോൾ കരിവെള്ളൂർ സമരം ഏത് വർഷമെന്ന് നടന്നെന്ന് ചോദിച്ചു. 1946. കരിവെള്ളൂർ സമരം 1946. കയ്യൂർ സമരം 1941. ഈ 2 സമരം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ മുൻവർഷ ചോദ്യങ്ങളിലും വരുന്ന ഒരു ചോദ്യം കൂടെയാണ് ഇത്. കരിവെള്ളൂർ സമരവും കയ്യൂർ സമരവും. കയ്യൂർ സമരം കാസർഗോഡ് നടക്കുന്നത് 1941 മാർച്ച് 28. 1941 മാർച്ച് 28 കയ്യൂർ സമരം നടക്കുന്നത്. സാമ്രാജ്യത്വം നശിക്കട്ടെ എന്നതാണ് അതിൻ്റെ ആപ്തവാക്യമായിട്ടുണ്ടായിരുന്നു. മുദ്രാവാക്യം എന്തായിരുന്നു? സാമ്രാജ്യത്വം നശിക്കട്ടെ. പക്ഷേ സാമ്രാജ്യത്വം തുലയട്ടെ എന്ന് പറഞ്ഞത് ഏതിനാ? സാമ്രാജ്യത്വം തുലയട്ടെ, അതാണ് ഓപ്ഷനിലുള്ള പുന്നപ്ര വയലാർ സമരം 1946. അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചത് ആരായിരുന്നു? സർ CP രാമസ്വാമി അയ്യർ അല്ലേ. ഇപ്പോൾ അമേരിക്കൻ മോഡൽ ഭരണം തിരുവിതാംകൂറിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചതിന് സർ CP രാമസ്വാമി അയ്യർക്കെതിരെ നടന്ന സമരമാണ് പുന്നപ്ര വയലാർ സമരം. 1946 ഒക്ടോബർ 24 മുതൽ 27 വരെയാണ് പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. 1946 ഒക്ടോബർ 24 മുതൽ 27 വരെയാണ് പുന്നപ്ര വയലാർ സമരം. ആലപ്പുഴ ജില്ലയിലെ പ്രദേശമാണ് അല്ലേ പുന്നപ്ര വയലാർ. തുലാം 10 സമരം എന്നും അറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. ഇതുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ചോദിക്കും. അമേരിക്കൻ മോഡൽ,
അറബിക്കടലിൽ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ അല്ലേ? അങ്ങനെയാണ്. CK കുമാരപണിക്കർ. ആരാണ്? CK കുമാരപണിക്കർ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത്. വയലാർ സ്റ്റാലിൻ ആരാണ്? CK കുമാരപണിക്കർ. ഓക്കെ. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരുന്നു? ആരാണ്? VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദൻ കേരള മുഖ്യമന്ത്രി അല്ലേ? പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയാണ് VS അച്യുതാനന്ദൻ. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി P കേശവദേവ് രചിച്ച നോവൽ. പുന്നപ്ര വയലാർ സമര പശ്ചാത്തലത്തിൽ P കേശവദേവ് എഴുതിയത് ഏതാണ്? ഉലക്ക. ഏതാണ്? ഉലക്ക. P കേശവദേവ് പുന്നപ്ര വയലാർ സമര പശ്ചാത്തലത്തിൽ എഴുതിയതാണ്. ഓക്കെ. തലയോട് എന്ന കൃതി ആരെഴുതിയത്? തലയോട് പറഞ്ഞേ. തകഴി. തലയോട് ആരാണ്? പുന്നപ്ര വയലാർ സമര പശ്ചാത്തലത്തിൽ തലയോട് എന്ന കൃതി എഴുതിയത് തകഴി. തകഴി ശിവശങ്കര പിള്ള. ഓക്കെ. അപ്പോൾ അതുകൂടെ ഓർത്ത് വയ്ക്കണം, നിർബന്ധമായിട്ടും പഠിക്കണം. 1938 കടയ്ക്കലും പാങ്ങോടും ആലപ്പുഴയിലും കൊല്ലത്തും നടന്ന സമരങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ സഹായിച്ചതുപോലെ പുന്നപ്രയിലെയും വയലാറിലെയും കൂട്ടക്കൊലകളും സ്വാതന്ത്ര്യത്തിൻ്റെ വേഗം കൂട്ടുകയാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? C കേശവൻ. 1938 കടയ്ക്കലും പാങ്ങോടും ആലപ്പുഴയിലും കൊല്ലത്തും നടന്ന സമരങ്ങൾ സ്വാതന്ത്ര്യ സമരത്തെ സഹായിച്ചതുപോലെ പുന്നപ്രയിലെയും വയലാറിലെയും കൂട്ടക്കൊലകളും സ്വാതന്ത്ര്യത്തിൻ്റെ വേഗം കൂട്ടുകയാണ് ചെയ്തത്. ആരാ പറഞ്ഞത്? C കേശവൻ. ഓക്കെ. അപ്പോൾ C കേശവൻ്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു: പുന്നപ്രയിലെയും വയലാറിലെയും തൊഴിലാളികൾ നടത്തിയ സമരം പൗരത്വ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമാണെന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഒരു മുൻവർഷ ചോദ്യമാണ്. പുന്നപ്രയിലും വയലാറിലും തൊഴിലാളികൾ നടത്തിയ സമരം പൗരത്വ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞത് C കേശവനാണ്. C കേശവൻ. ഓക്കെ. നമ്മൾ ആ ഓർഡർ പറഞ്ഞു പോയി അല്ലേ? ഇപ്പം കയ്യൂർ സമരം, നിവർത്തന പ്രക്ഷോഭം, പുന്നപ്ര വയലാർ സമരം, പൂക്കോട്ടൂർ യുദ്ധം. ആദ്യം നടന്ന ഏതാണ്? പൂക്കോട്ടൂർ യുദ്ധം. അപ്പോൾ ഓപ്ഷൻ ബിയും അതുപോലെ തന്നെ സിയും ഡിയുമാണ് 4 വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 4 ഒന്നാമതായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എയിലാണ്. ഈ പറഞ്ഞ 4 ഓപ്ഷനിൽ എന്തുണ്ട്? കൃത്യമായിട്ട് അപ്പോൾ നോക്കുക. നമ്മൾ പറഞ്ഞ ഓപ്ഷനിൽ 4 ഒന്നാമതായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. 4 ഒന്നാമതായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ? അപ്പോൾ ഓപ്ഷൻ എയിൽ 4. അപ്പോൾ രണ്ടാമത് നടക്കുന്നത് ഏതാ? രണ്ടാമത് നടന്നത് 1932 നിവർത്തന പ്രക്ഷോഭം. അപ്പോൾ 2. അപ്പോൾ 4, 2. ഓക്കെ. അതിനുശേഷം കയ്യൂർ സമരം 1941. അപ്പോൾ ഒന്നാമത് പൂക്കോട്ടൂർ യുദ്ധം, രണ്ടാമത് നിവർത്തന പ്രക്ഷോഭം, മൂന്നാമത് കയ്യൂർ സമരം, നാലാമത് പുന്നപ്ര വയലാർ സമരം. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 4, 2, 1, 3. പറഞ്ഞ പിള്ളേരെ, പൂക്കോട്ടൂർ യുദ്ധം 1921 മലബാർ കലാപത്തിന് തുടക്കം അല്ലേ? അങ്ങോട്ട് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. അതിനുശേഷം പിന്നെ പറയുന്നത് നിവർത്തന പ്രക്ഷോഭം 1932 ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ളതായിരുന്നു അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് പറഞ്ഞേ കയ്യൂർ സമരം. കയ്യൂർ സമരം നടന്ന വർഷം 1941 മാർച്ച് 28 കാസർഗോഡ് കരിയങ്കോട് പുഴയ്ക്ക് സമീപം. അടുത്തത് അവസാനം പുന്നപ്ര വയലാർ സമരം. ഓക്കെ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് ആരാണ് ചോദിക്കും. വയലാർ സ്റ്റാലിൻ CK കുമാരപണിക്കർ. അസംഗാർ പ്രഖ്യാപനം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അസംഗാർ പ്രഖ്യാപനം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മൾ പഠിച്ചതാണ്. ഏതാണ്? ശിപായി ലഹള. എന്നാണ് ശിപായി ലഹള നടന്ന വർഷം? എന്നാണ് 1857. എവിടെയാണ് പൊട്ടിപ്പുറപ്പെട്ടത് ശിപായി ലഹള അഥവാ ഒന്നാം സ്വാതന്ത്ര്യ സമരം? മീററ്റിൽ. എവിടെയാണ്? മീററ്റിൽ അല്ലേ? ഓക്കെ. അടുത്തത് താഴെ തന്നിരിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ടത് എടുത്തെഴുതുക. സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ടത് ഏതാ? എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം എന്ന് പറഞ്ഞതാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്. ആരാണ്? ബാലഗംഗാധര തിലകൻ അല്ലേ? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ. ആരാ? ഗാന്ധിജി. ജയ് ജവാൻ ജയ് കിസാൻ, ലാൽ ബഹദൂർ ശാസ്ത്രി. അടുത്തത് റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂ ഉടമ വർഗം ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? റഷ്യയിൽ കൂട്ടുകൃഷി സമ്പ്രദായത്തെ എതിർത്ത സമ്പന്നരായ ഭൂ ഉടമ വർഗം ഏത് പേരിൽ അറിയപ്പെട്ടു? കുലാക്കുകൾ. ഓപ്ഷൻ സി കുലാക്കുകൾ. തെറ്റിക്കരുതേ. ഓപ്ഷൻ സി കുലാക്കുകൾ. അപ്പോൾ കുലാക്കുകൾ. അപ്പം നമ്മൾ കുല കൃഷി ചെയ്ത് കിട്ടുന്നതാണ് അല്ലേ? വാഴക്കുലയൊക്കെ.
അപ്പോൾ കൂട്ടുകൃഷി എതിർത്തവരാണ് കുലാക്കുകളാണ് എന്ന് ഓർത്താൽ മതി. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ബാസ്റ്റൈൽ ജയിലിന്റെ പതനം അല്ലേ. ഇപ്പൊ ബാസ്റ്റൈൽ ജയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പിള്ളേരെ? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ബ്ലഡി സൺഡേ, ഡ്യൂമ, യുദ്ധകാല കമ്മ്യൂണിസം ഇതെല്ലാം എന്തുമായി ബന്ധപ്പെട്ടതാണ്? റഷ്യൻ വിപ്ലവം. എന്നാണ് റഷ്യൻ വിപ്ലവം നടക്കുന്നത്? പറഞ്ഞേ. റഷ്യൻ വിപ്ലവം ആദ്യം ഏതാണ്? ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം 1688 അല്ലേ. അത് കഴിഞ്ഞ് പിന്നെ ഇത് നടന്നത് ഫ്രഞ്ച് 1789. പിന്നെ ഇത് നടന്നത് പറഞ്ഞേ. ചൈനീസ് വിപ്ലവം 1911. റഷ്യൻ വിപ്ലവം നടന്ന വർഷം 1917. അപ്പോൾ EFCR എങ്ങനെ പഠിക്കേണ്ടത്? EFCR. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം 1688, ഫ്രഞ്ച് വിപ്ലവം 1789, ചൈനീസ് 1911, റഷ്യൻ 1917. 2023 നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യം ഏത്? കറണ്ട് അഫെയർ ആയിരുന്നു അല്ലേ അന്നത്തെ. 2023 നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യം പറഞ്ഞേ. നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യം ഫിൻലാൻഡ്. ഓപ്ഷൻ എ ഫിൻലാൻഡ് ആണ് ഉത്തരം. അടുത്തത്, ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മൗണ്ട് അബു നമ്മൾ ആരവല്ലിയൊക്കെ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലേ. മൗണ്ട് അബു രാജസ്ഥാനിലാണ്. എവിടെയാണ്? രാജസ്ഥാൻ. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്തത്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലാർജ് സ്കെയിൽ മാപ്പ് ഏതാണ്? ലാർജ് സ്കെയിൽ ഏതാണ്? കഡസ്ട്രൽ. അപ്പോൾ കടൽ എന്ന് ഓർക്കുക. കടൽ വലുതല്ലേ. അപ്പോൾ ലാർജ് സ്കെയിൽ എവിടെയാണ്? കഡസ്ട്രൽ ഭൂപടത്തിലാണ്. അപ്പോൾ കടൽ എന്ന് ഓർക്കുക. കടൽ ലാർജ് അല്ലേ. അപ്പോൾ കഡസ്ട്രൽ ഭൂപടത്തിലാണ് ലാർജ് സ്കെയിൽ മാപ്പ്. ഏതാണ്? ലാർജ് സ്കെയിൽ മാപ്പ്. ഒന്നുകൂടെ പറയാം. കയ്യൂർ സമരം, അതുപോലെ തന്നെ നിവർത്തന പ്രക്ഷോഭം, പുന്നപ്പറ വയലാർ സമരം, പൂക്കോട്ടൂർ യുദ്ധം. ഇത് കറക്റ്റ് ഓർഡറിലാക്കാനായിരുന്നു നമ്മൾ പറഞ്ഞു. കയ്യൂർ സമരം, നിവർത്തന പ്രക്ഷോഭം, പുന്നപ്പറ വയലാർ സമരം, പൂക്കോട്ടൂർ യുദ്ധം. അതിലാദ്യം വരുന്നത് പൂക്കോട്ടൂർ യുദ്ധം, അതിനുശേഷം വരുന്നതാണ് നിവർത്തന പ്രക്ഷോഭം, പിന്നീട് കയ്യൂർ സമരം, പുന്നപ്പറ വയലാർ സമരം, പൂക്കോട്ടൂർ യുദ്ധം 1921, നിവർത്തന പ്രക്ഷോഭം 1932, കയ്യൂർ സമരം 1941, പുന്നപ്ര വയലാർ സമരം 1946, കരിവള്ളൂർ സമരം 1946. പുന്നപ്ര വയലാർ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് തുലാംപത്ത് സമരം. അസംഗർ പ്രഖ്യാപനം ഏത് കലാപവുമായി ബന്ധപ്പെട്ടതാണ്? അസംഗർ ശിപ്പായി ലഹള. ഏത് കലാപമാണ്? ശിപ്പായി ലഹള 1857 മീററ്റിൽ പൊട്ടിപ്പുറപ്പെട്ടു അല്ലേ. താഴെ തന്നിരിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ഏതായിരുന്നു? എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം അല്ലേ. ഇപ്പൊ ദില്ലി ചലോ ആരുടെ തന്നെയാണ്? സുഭാഷ് ചന്ദ്രബോസിന്റെയാണ്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ബാലഗംഗാധര തിലക്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഗാന്ധിജി. ജയ് ജവാൻ ജയ് കിസാൻ ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. റഷ്യയിൽ കൂട്ടുകൃഷി എന്ന് പറയുമ്പോൾ കുല ഓർക്കാൻ പറഞ്ഞു അല്ലെ. കുലാക്കുകൾ. താഴെ തന്നിരിക്കുന്ന റഷ്യൻ വിപ്ലവവുമായി ബന്ധമില്ലാത്തത്? ബാസ്റ്റൈൽ ജയിലിന്റെ പതനമായിരുന്നു. ബാസ്റ്റൈൽ ജയിലിന്റെ പതനം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. ഫ്രഞ്ച് വിപ്ലവം 1789. ബ്ലഡി സൺഡേ, ഡ്യൂമ, യുദ്ധകാല കമ്മ്യൂണിസം. അപ്പൊ ഡ്യൂമയൊക്കെ ചോദിക്കും. ഡ്യൂമ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവം. അപ്പൊ ഡ്യൂമ എന്താണ്? നിലവില് റഷ്യൻ ഗവൺമെന്റ് പാർലമെന്റ് അറിയപ്പെടുന്ന പേരാണ് ഡ്യൂമ അല്ലേ. അടുത്തത് 2023 നാറ്റോയിൽ അംഗത്വം നേടിയ രാജ്യം? നാറ്റോ പറഞ്ഞ ഫിൻലാൻഡ്. ഇന്ത്യയിലെ ഒരു പ്രധാന ഹിൽ സ്റ്റേഷനായ മൗണ്ട് അബു എവിടെയാണ്? രാജസ്ഥാൻ. ലാർജ് സ്കെയിൽ മാപ്പ് കഡസ്ട്രൽ ഭൂപടം. അടുത്തത്, പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏത്? പറഞ്ഞ് സന്ധിക്കുന്ന പ്രദേശം നീലഗിരി. ഏതാണ്? നീലഗിരി. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന എവിടെയാണ്? നീലഗിരി. ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം? ട്രോപ്പോസ്ഫിയർ. പറഞ്ഞ ട്രോപ്പോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? നൈട്രജൻ ആണ്. ഏതാണ്? നൈട്രജൻ. പാൻജിയ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചയാൾ? പാൻജിയ ആരാണ്? ആൽഫ്രഡ് വെഗ്നർ. ആരാണ്? ആൽഫ്രഡ് വെഗ്നർ. അടുത്തത്, ഉത്തരായന രേഖ 23.5 ഡിഗ്രി നോർത്ത് അല്ലേ കടന്നു പോകാത്ത രാജ്യം ഏത് എന്നുള്ളതാണ്. അപ്പോൾ ഉത്തരായന രേഖ കടന്നു പോകാത്ത രാജ്യം ഏതാണ്? ന്യൂസിലൻഡ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്ന രാജ്യങ്ങൾ? പറഞ്ഞേ. മെക്സിക്കോ, ഇന്ത്യ, മാലി. ഈ മൂന്നിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്? ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഏതെല്ലാം രാജ്യങ്ങളിലൂടെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്നതെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. അപ്പോൾ മെക്സിക്കോ, ഇന്ത്യ, മാലി, ന്യൂസിലാൻഡ് എന്നിവയിൽ ഉത്തരായന രേഖ കടന്നു പോകാത്തത് ന്യൂസിലൻഡ് ആണ്. അപ്പോൾ മെക്സിക്കോയും ഇന്ത്യയും മാലിയും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്? ഉത്തരായന രേഖ അഥവാ 23.5 ഡിഗ്രി നോർത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ. റാബി വിളകൾ
വിളവെടുക്കുന്ന സമയം. അപ്പോൾ റാബി വിളകൾ നമ്മുടെ ഇന്ത്യൻ കാർഷിക ഘടനയെ 3ആയി തിരിച്ചിട്ടുണ്ട് അല്ലേ? 3ആയി തിരിച്ചിട്ടുണ്ട്. ഒന്ന് മൺസൂണിൻ്റെ ആരംഭത്തിൽ എന്ന് ഓർത്താൽ മതി അല്ലേ? മൺസൂണിൻ്റെ ആരംഭത്തിൽ എന്നൊക്കെ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നോക്കുക, ഖാരിഫ്, റാബി, സയ്ദ്. എന്താണ് ഖാരിഫ്, റാബി, സയ്ദ്? അപ്പോൾ ഖാരിഫ് എന്ന് പറയുമ്പോൾ ഏത് മാസമായിരിക്കും? ഖാരിഫ് നോക്കുക, ജൂൺ, അതായത് മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളയിറക്കുകയും നവംബർ ആദ്യ വാരം വിളവെടുക്കുകയും ചെയ്യുന്നതാണ് ഖാരിഫ്. നെല്ല്, ചോളം, പരുത്തി, അതുപോലെ തന്നെ തിന്നവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല, ഇതൊക്കെയാണ് നമ്മൾ എന്തിൽ പറഞ്ഞത്? ഖാരിഫിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ രണ്ടാമത് വരുന്നതാണ് റാബി. റാബി എന്ന് പറയുമ്പോൾ നവംബർ മധ്യം, അതായത് ശൈത്യകാലത്തിൻ്റെ ആരംഭത്തിൽ വിള ഇറക്കുകയും മാർച്ച്, അതായത് വേനലിൻ്റെ ആരംഭത്തിൽ വിളവ് എടുക്കുകയും ചെയ്യുന്നു. ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗമൊക്കെ എന്താണ്? റാബി വിളകളാണ് അല്ലേ? സെയ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്? പഴം, പച്ചക്കറികളാണ് അതിൽ പ്രധാനമായിട്ടും വിള ആയിട്ട് വരുന്നത്. അത് മാർച്ചിൽ വിളയിറക്കുകയും ജൂണിൽ വിളവെടുക്കുകയും ചെയ്യുന്നു. അപ്പം നിങ്ങൾ ഒരു കാര്യം പഠിക്കുക, നമ്മൾ ജൂൺ മാസത്തിലാണ് സ്കൂളൊക്കെ തുറക്കുക അല്ലേ? അന്നാണ് കാർഷിക കാലം ആരംഭിക്കുക എന്ന് ഓർത്താൽ മതി. ജൂൺ എന്ന് പറയുമ്പോൾ മൺസൂണിൻ്റെ ആരംഭമാണല്ലോ. അപ്പോൾ മൺസൂണിൻ്റെ ആരംഭത്തിലാണ് ഖാരിഫ്. ഖാരിഫ് എന്താണ്? മൺസൂണിൻ്റെ ആരംഭത്തിലാണ്. അത് മൺസൂണിൻ്റെ അവസാനം, ഇപ്പോഴാണ് മൺസൂണിൻ്റെ അവസാനം നവംബർ ആദ്യ വാരം. അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ മതി. സ്കൂൾ തുറക്കുമ്പോഴാണ് എന്ത് ചെയ്യുക? കാർഷിക വിളകൾ തുടങ്ങുക. സ്കൂൾ തുറക്കുന്ന സമയം മൺസൂണിൻ്റെ ആരംഭമാണെന്ന് കൂടെ ഓർക്കുക. അപ്പോൾ എന്നാ സ്കൂൾ തുറക്കുക? ജൂൺ മാസത്തിൽ. അപ്പോൾ നവംബറിൽ ആദ്യ വാരത്തിലാണ് വിളവെടുക്കുക. നമ്മളെങ്ങനെ പഠിക്കുക അല്ലേ? പനിച്ച, എന്താണ് പനിച്ച? പരുത്തി, നിലക്കടല, ചണം, എനക്ക്, എള്ള്, നെല്ല്. പനിച്ച, എനക്ക്, നെല്ല് അല്ലേ? ക്ക് എന്ന് പറയുമ്പോൾ കരിമ്പ് ഓർക്കണം. പനിച്ച, എനക്ക്, പരുത്തി, നിലക്കടല, ചണം, എള്ള്, നെല്ല്, കരിമ്പ്. പനിച്ച, എനക്ക്, ബജി എന്താണ്? ബാജ്റയും അതുപോലെ തന്നെ ജോവറും ഓർക്കണം. ഓക്കെ, ബജി, ചോറും. ഓക്കെ, ചോറെന്ന് പറയുമ്പോൾ ചോളം ഓർക്കണം, ചോളം. ഓക്കെ, അപ്പോൾ തിന വിളകൾ. തിന വിളകൾ എന്ന് പറഞ്ഞാൽ ചോദിക്കും. മില്ലറ്റ്സ് ആണ്, ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ ജോവർ, ബജ്ര, റാഗി എന്നിവ തിന വിളകളിലുള്ളതാണ്. അപ്പോൾ പനിച്ച, എനക്ക്, ബജിയും ചോറും. അപ്പോൾ ചോറെന്ന് പറയുമ്പോൾ നമ്മൾ ചോളവും റാഗിയും ഓർക്കണം. ചോളെന്ന് പറയുമ്പോൾ ചോളവും റാഗിയും ഓർക്കണം. മതി എന്ന് പറയുമ്പോൾ തിന. അപ്പോൾ ഒന്നുകൂടെ പറയാം, പനിച്ച, എനക്ക്. എങ്ങനെയാണ്? പനിച്ച, എനക്ക്, ബജിയും ചോറും മതി. ചോറും മതി. ഇപ്പോൾ പനിച്ച, പരുത്തി, നിലക്കടല, ചണം, എള്ള്, നെല്ല്, കരിമ്പ്. ഓക്കെ, ബജി, ബാജ്ര, ജോവർ, ചോളം, റാഗി, മതി, തിന. മതി എന്ന് പറയുമ്പോൾ തിന വിളകൾ ഓർക്കണം. പനിച്ച, എനക്ക്, ബജിയും ചോറും മതി. ഓക്കെ, പനിച്ച, എനക്ക്, ബജിയും ചോറും മതി. അടുത്തത് റാബി വിള. റാബി വിള നവംബർ മധ്യം, അതായത് എന്നാണോ ഖാരിഫ് അവസാനിപ്പിച്ച് നവംബർ ആദ്യ വാരത്തിൽ. അപ്പോൾ നവംബർ മധ്യത്തോടു കൂടിയാണ് ഏതെടുക്കുക? റാബി എടുക്കുക. അപ്പോൾ മാർച്ചിലാണ് അതിൻ്റെ വിളവെടുപ്പ്. മാർച്ചിൽ. അപ്പോൾ വേനലിൻ്റെ ആരംഭത്തിലാണ് ആരെ കൊണ്ടുവരിക? നമ്മൾ വീട്ടിലേക്ക് ഗോതമ്പൊക്കെ കൊണ്ടുവരുന്ന ഓർത്തും. അപ്പോൾ ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ. അപ്പോൾ റാബിയുടെ കടയിൽ പോയാൽ നമുക്ക് എന്ത് കിട്ടും? നല്ല ഗോതമ്പ് കിട്ടും അല്ലേ? പുകയില കിട്ടും, കടുക് കിട്ടും, പയർവർഗ്ഗങ്ങൾ കിട്ടും. അങ്ങനെ ഓർക്കണം, കടുക് വറുത്ത അല്ലേ? കടുക് വറുത്ത ഗോതമ്പ്. അപ്പോൾ കടുക് വറുത്താന്ന് പറയുമ്പോൾ കടുക് ഓർക്കണം, വറുത്താന്ന് പറയുമ്പോൾ പയർവർഗ്ഗങ്ങൾ ഓർക്കണം. ഓക്കെ, ഗോതമ്പ്, കടുക് വറുത്ത ഗോതമ്പ് കിട്ടും. കടുക് വറുത്ത ഗോതമ്പ് കിട്ടും. എവിടെ പോയാലേ? റാബിയുടെ കടയിൽ പോയാലും. അപ്പോൾ കടുക് വറുത്താന്ന് പറയുമ്പോൾ പയർവർഗ്ഗം, ഗോതമ്പ്. അപ്പോൾ ഒരാളെ കൂടെ ഓർത്ത് വയ്ക്കണം, പുകയില. അപ്പോൾ പുകയില ഏതിലാണ്? റാബി വിളകളിലുള്ളതാണ്. പുകയില റാബി വിളകളിലുള്ളതാണ്. അടുത്തത് സയ്ദ്, പഴം, പച്ചക്കറിയാണ്. മാർച്ചിൻ്റെ ആരംഭത്തിൽ, അതായത് വേനലിൻ്റെ ആരംഭത്തിലിടും. അതുകൂടാതെ മൺസൂണിൻ്റെ ആരംഭത്തിൽ അത് വിളവെടുക്കും.
നമ്മളിങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ അതിലേതാണ് റാബി വിളയിൽ വരിക? നോക്കിക്കേ, നവംബർ മധ്യം വിളവെടുക്കുന്ന സമയമാണ് ചോദിച്ചത് അല്ലേ. ഇപ്പോൾ വിളവെടുക്കുന്ന സമയം മാർച്ച് എന്ന് പറയുമ്പോൾ വേനലിൻ്റെ ആരംഭം. റാബി വിള ഓർത്തേ, നവംബർ മുതൽ മാർച്ച് വരെയാണ് അല്ലേ. നവംബർ മുതൽ മാർച്ച് വരെയാണ്. ഇതിൽ ഏത് ഓപ്ഷൻ വരും? അപ്പോൾ SCRTയിൽ നവംബർ മുതൽ മാർച്ച് വരെയാണ്. അപ്പോൾ ഇതിൽ റാബി വിള കൊടുക്കുന്ന സമയത്ത് ഓപ്ഷൻ നമുക്ക് ഏപ്രിൽ മുതൽ മെയ് വരെ എടുക്കാം. ഏപ്രിൽ മുതൽ മെയ് വരെ വിളവെടുക്കുന്ന സമയമല്ല. അപ്പോൾ മാർച്ചിൽ കാണുന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഏപ്രിൽ മുതൽ മെയ് വരെ ഉള്ളത് എടുക്കാം. ഏപ്രിൽ മുതൽ മെയ് വരെ. ഓക്കെ, അടുത്തത് വളരെ പ്രധാനപ്പെട്ട മധ്യപ്രദേശിലെ പന്നാഗനി വജ്രമാണല്ലേ. പന്നാഗനികൾ ഏതാണ്? വജ്രമാണ്. മധ്യപ്രദേശിലെ പന്നാഗനിയിൽ വജ്രമാണ്. സർബതി സൊറോണ നിർബന്ധമായിട്ടും പഠിക്കണം. ഡോക്ടർ MS സ്വാമിനാഥൻ. ഓക്കെ, മാങ്കൊമ്പ് സദാശിവൻ സ്വാമിനാഥൻ. സർബതി സൊറോണ എന്ന ഗോതമ്പിനമാണ്. ഓക്കെ, അതാരെ വികസിപ്പിച്ചത്? ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. 2023 സെപ്റ്റംബർ 28 അദ്ദേഹം അന്തരിച്ചു. അതോടെ ഓർത്തു വയ്ക്കണം. 2023 സെപ്റ്റംബർ 28 അന്തരിച്ച കൃഷിശാസ്ത്രജ്ഞനാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിന് ഡോക്ടർ MS സ്വാമിനാഥൻ്റെ പേരാണ് നൽകാൻ പോകുന്നത്. മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിന് ആരുടെ പേരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ്റെ പേരാണ് നൽകാൻ പോകുന്നത്. സർബതി സൊറോണ എന്നത് ഗോതമ്പിനമാണെന്നോട് ഓർത്തു വയ്ക്കണം. ആരെ വികസിപ്പിച്ചതാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. നീതി ആയോഗിൻ്റെ ആസ്ഥാനം പറഞ്ഞേ. നീതി ആയോഗിൻ്റെ ആസ്ഥാനം അല്ലേ, ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം പറഞ്ഞേ. നീതി ആയോഗിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. അടുത്തത് പുകയില ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല കാസർഗോഡ്. 2023 ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക്സ് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 38ആണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 38ആയിരുന്നു. ഓക്കെ, ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റ്, നിയമവിരുദ്ധം, അപക്വമായത്, ദാരുണമായത്, അപകടം എന്നൊക്കെ വിശേഷിപ്പിച്ച ഭരണഘടനാ നിർമ്മാണ സഭ അംഗം ആരായിരുന്നു? അപ്പോൾ നെഹ്റുവിനോട് അത്രയും ദേഷ്യം ഉണ്ടായിരുന്നു, അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ തെറ്റാണത്, നിയമവിരുദ്ധമാണ്, അപക്വമാണ്, ദാരുണമാണ്, അപകടകരമാണെന്നൊക്കെ പറഞ്ഞത് ആരാണ്? മുകുന്ദ് രാം റാവു ജയകർ. ആരാണ്? മുകുന്ദ് രാം റാവു ജയകർ. അടുത്തത് ഫസൽ അലി കമ്മീഷൻ. ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള ആദ്യ സംസ്ഥാന രൂപീകരണം ഛത്തീസ്ഗഡ് രൂപീകരണം, ഗോവ സംസ്ഥാന രൂപീകരണം. അപ്പോൾ ഇതിനൊക്കെ ചേരുംപടി ചേർക്കാനാണ്. ഡയറക്റ്റ് SCRT എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഫസൽ അലി കമ്മീഷൻ എന്ന് പറയുമ്പോൾ എന്നാണ് ഫസൽ അലി കമ്മീഷൻ വന്നത്? 1953 അല്ലേ. 1953 ഡിസംബറിലാണ്. അപ്പോൾ 1D നമുക്ക് നോക്കാം. 1D ആയിട്ട് വരുന്നത്. രണ്ടാമത് ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള ആദ്യ സംസ്ഥാന രൂപീകരണം. ഭാഷയുടെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് 1953 ഒക്ടോബറിലാണ്. 1953 ഒക്ടോബറിൽ. അപ്പോൾ 2C ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കാം. അപ്പോൾ 1Dയും 2C ആയിട്ട് വരുന്നത് ഒറ്റ ഓപ്ഷനുള്ളൂ, B ആണല്ലേ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഛത്തീസ്ഗഡ് രൂപീകരണം പറഞ്ഞു പിള്ളേരെ. ഛത്തീസ്ഗഡ് രൂപീകരണം 2000 നവംബറിലാണ് ഛത്തീസ്ഗഡ് വരുന്നത്. അപ്പോൾ 2000 നവംബറിലാണ് ഛത്തീസ്ഗഡ്. ഗോവ സംസ്ഥാനം അതെല്ലാവർക്കും അറിയാം അല്ലേ. ഗോവ സംസ്ഥാനം വന്നത് എന്നാണ്? 1987 മെയ്യിലാണ്. അപ്പോൾ ഇതിൽ 1D, 2C, 3B, 4A. ഓപ്ഷൻ B ആണ് ഉത്തരം അല്ലേ. അടുത്തത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ എന്നാണ്? ഇന്ത്യൻ ഭരണഘടന ഒരു ദൃഢ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന ഒരു ദൃഢ ഭരണഘടനയാണ്. തെറ്റാണ്. 2. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് 1951 അത് ശരിയാണ്. ആദ്യമായിട്ട് ഭേദഗതി ചെയ്തത് 1951 ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ബിൽ ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോക്സഭയിലാണ്. ഭേദഗതി ബിൽ ആദ്യം അവതരിപ്പിക്കേണ്ടത് ലോക്സഭയിലാണ്. തെറ്റാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിൽ അവസാനമായി പാസ്സാക്കിയ ഭേദഗതിയിൽ ഒപ്പുവെച്ചത് രാംനാഥ് കോവിന്ദാണ്. ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ അവസാനമായി പാസ്സാക്കിയ ഭേദഗതിയിൽ ഒപ്പുവെച്ചത് രാംനാഥ് കോവിന്ദാണ്. ഓക്കെ, ഇപ്പോൾ 2, 4 എന്നതാണ് ഇതിൽ ശരി. 2ഉം 4ഉമാണ് ശരി. അടുത്തത് ഇന്ത്യൻ ഭരണഘടനാ വകുപ്പുകൾ ചേരുംപടി ചേർക്കുക. ഭരണഘടനാ വകുപ്പ് സിലബസ് അധിഷ്ഠിതമായിട്ട് തന്നെയാണ് ചോദ്യം അല്ലേ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ വകുപ്പുകൾ ചേരുംപടി ചേർക്കുക എന്നാണ് ചോദ്യം. നിയമപരമായ അവകാശമാണ് സ്വത്തവകാശം. നിയമപരമായ അവകാശമാണ് സ്വത്തവകാശം. ഭരണഘടനാ ഭേദഗതി, അവശിഷ്ട അധികാരങ്ങൾ, ഏകീകൃത സിവിൽ കോഡ്. അപ്പോൾ നിയമപരമായ അവകാശമാണ് ഏതിലാണ് പറയുന്നത്? നിലവിലത് നിയമാവകാശമാണ്. ഏതാണ്? 300A ആണ്. 300A. അടുത്തത്
വകുപ്പാണ് ചോദിക്കുന്നത്. അപ്പോൾ 300A ആണ്. നിയമപരമായ അവകാശമാണ് സ്വത്തവകാശം. 300 ഏത് ഭേദഗതിയാണ്? 44-ാം ഭേദഗതി. അതോട് ഓർത്ത് വയ്ക്കണം. മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് വന്ന സുപ്രധാനമായ ഭേദഗതിയായിരുന്നു 44-ാം വകുപ്പ്. 44-ാം ഭേദഗതി. 44-ാം ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം നിയമാവകാശമായി മാറി. അതുവരെ അത് മൗലിക അവകാശമായിരുന്നു. അപ്പോൾ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും മൊറാർജി ദേശായിയുടെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? സ്വത്തവകാശം നിയമാവകാശമാക്കി 300A മാറി. അടുത്തത് ഭരണഘടനാ ഭേദഗതി. ഭരണഘടനാ ഭേദഗതി 368-ാം വകുപ്പ് ഭാഗം 20 കേട്ടോ. അവശിഷ്ടാധികാരങ്ങൾ എന്ന് പറയുമ്പോൾ പറഞ്ഞ അവശിഷ്ടാധികാരങ്ങൾ വരുന്നത് 248-ാം വകുപ്പ്. ഓക്കെ, റെസിഡ്യൂവൽ പവേഴ്സ് 248-ാം വകുപ്പ്. അടുത്തത് ഏകീകൃത സിവിൽ കോഡ് വരുന്നത് 44 അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. 1B 2C 3D 4A ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അപ്പോൾ ഒന്നുകൂടെ പറയാം. നിയമപരമായ അവകാശമാണ് സ്വത്തവകാശം എന്ന് പറയുന്ന ഭരണഘടനാ വകുപ്പ് 300A ആണ്. ഭരണഘടനാ ഭേദഗതി 368 ഭാഗം ചോദിച്ചാൽ 20 ആണ്. അവശിഷ്ടാധികാരം 248 ആണ്. ഏകീകൃത സിവിൽ കോഡ് 44 ആണ്. അപ്പോൾ ഏകീകൃത സിവിൽ കോഡ് നിർബന്ധമായിട്ടും പഠിക്കണം. 44. നിയമവകാശം 300A, അവശിഷ്ടാധികാരം 248, ഭേദഗതി 368. അപ്പോൾ നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അവകാശം പാർലമെന്റിനാണ് അല്ലേ? പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ലോക്സഭയും രാജ്യസഭയും, അതുകൂടാതെ പ്രസിഡന്റ്, ലോക്സഭയും രാജ്യസഭയും പ്രസിഡന്റും ചേർന്നാണ് പാർലമെന്റ്. പാർലമെന്റിനാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം 368-ാം വകുപ്പ് പ്രകാരം ഭാഗം 20 പ്രസ്താവിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവ കണ്ടെത്തുക. അപ്പോൾ കൺകറന്റ് ലിസ്റ്റാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കൺകറന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെ ഓർക്കണം? കങ്കാരുവിനെ ഓർക്കണം. കങ്കാരുവിൻ്റെ നാടാണ് ഇത്, ഓസ്ട്രേലിയ അല്ലേ? ഇപ്പോൾ ഓസ്ട്രേലിയ. കൺകറന്റ് ലിസ്റ്റ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. എന്താണ് നിങ്ങൾ ഓർക്കേണ്ടത്? ഓസ്ട്രേലിയയാണ് ഓർക്കേണ്ടത്. കൺകറന്റ് എന്ന് പറയുമ്പോൾ കങ്കാരു ഓർക്കുക. അപ്പോൾ പൗരത്വം, അതുകൂടാതെ വിവാഹമോചനം, ലോട്ടറികൾ, വനം, ബാങ്കിങ്, കുടുംബാസൂത്രണം, പോലീസ്, മദ്യം. അപ്പോൾ ഇതൊക്കെ ഈ തന്നിരിക്കുന്നതിൽ നിന്നൊക്കെ ഏതാണ് കൺകറന്റ് ലിസ്റ്റിൽ? അപ്പോൾ നോക്കുക, വിവാഹമോചനം കൺകറന്റ് ആണ്, വനം കൺകറന്റ് ലിസ്റ്റിലുള്ളതാണ്, കുടുംബാസൂത്രണവും കൺകറന്റ് ലിസ്റ്റിലാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി ആണതിൽ നിലവിലെ ശരിയായ ഉത്തരം. ഓക്കെ, പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ എന്നാണ്. ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവന ഏവ. നോക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടന അംഗീകാരം നൽകണമെന്ന് ശുപാർശ എന്നല്ല മലയാളത്തിലെ ശരിയായ പദം ശിപാർശയാണ്. ശിപാർശ ചെയ്ത കമ്മിറ്റി PK തുങ്കനാണ്. ശരിയാണ് അല്ലേ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുമ്പോൾ അവർക്ക് ഭരണഘടന അംഗീകാരം, ഇങ്ങനെ ഓർത്താൽ മതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഭരണഘടനാ സാധുത തുങ്കൻ. അപ്പം മൊത്തം തായുടെ കളിയാണെന്ന് ഓർത്താൽ മതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ സാധുത നൽകുന്നത് PK തുങ്കൻ കമ്മിറ്റി. അടുത്തത് EMS നമ്പൂതിരിപ്പാട് അശോക മേത്ത കമ്മിറ്റിയിൽ അംഗം വരുന്നത് തെറ്റാണ്. അശോക മേത്ത കമ്മിറ്റി, അത് ശരിയാണ്. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗം വരുന്നത് ശരിയാണ്. അടുത്തത് ഭരണഘടനയുടെ 71-ാം ഭേദഗതി പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തെറ്റാണ്. 71-ാം ഭേദഗതിയല്ല, പഞ്ചായത്ത് രാജ് നിങ്ങൾ പഠിച്ചതാണ് അല്ലേ? ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലയിൽ വന്നത് 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലാണ്. ശരിയാണ്. രാജസ്ഥാൻ രാജ് എന്ന് ഓർക്കാൻ പറഞ്ഞിരുന്നു. പഞ്ചായത്ത് രാജ് രാജസ്ഥാനിലാണ് ആദ്യമായിട്ട് വരുന്നത്. 1959 ഒക്ടോബർ 2, അതായത് 1959 ഗാന്ധി ജയന്തിക്കാണ് രാജസ്ഥാനിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ്, ഈ ജ എന്ന അക്ഷരം ഓർത്ത് വയ്ക്കുക. ഗാന്ധി ജയന്തി ദിനം രാജസ്ഥാനിൽ പഞ്ചായത്ത് രാജ്. അപ്പോൾ 1, 2, 4 ശരി. ഇന്ത്യൻ പ്രധാനമന്ത്രിമാരെ കാലക്രമത്തിൽ ക്രമപ്പെടുത്തുക. അപ്പോൾ കാലക്രമത്തിൽ ക്രമപ്പെടുത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, കാലക്രമത്തിൽ ഒന്ന് അവരെ ക്രമപ്പെടുത്തി നോക്കാം. ഇന്ദിരാഗാന്ധി, വിശ്വനാഥ് പ്രതാപ് സിംഗ് അഥവാ VP സിംഗ് അല്ലേ, PV നരസിംഹറാവു, അടൽ ബിഹാരി വാജ്പേയി, ലാൽ ബഹദൂർ ശാസ്ത്രി, രാജീവ് ഗാന്ധി. അപ്പോൾ ഇതിൽ ഒന്നാമതായിട്ട് വരുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ലാൽ ബഹദൂർ ശാസ്ത്രി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇന്ദിരാഗാന്ധി. പിന്നെ ആരായിരുന്നു? ഇന്ദിരാഗാന്ധി കഴിഞ്ഞ് രാജീവ് ഗാന്ധി. ഇന്ദിരാഗാന്ധി കഴിഞ്ഞാൽ രാജീവ് ഗാന്ധി. പിന്നെ വന്നത് VP സിംഗ് അല്ലേ? രാജീവ് ഗാന്ധിക്ക് ശേഷം വന്നതാണ് ആര്? VP സിംഗ്. പിന്നെ വന്നിട്ടുണ്ടായിരുന്നതാണ് PV നരസിംഹറാവു. പിന്നെ വന്നതാരായിരുന്നു? AB വാജ്പേയി. അപ്പോൾ
5, 1, 6, 2, 3, 4 വരുന്നത് ഏതാ? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്തത് ഇന്ത്യയുടെ 10ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന തിരുനെല്ലായി നാരായണ അയ്യർ ശേഷൻ അന്തരിച്ചത്. ഇത് TN ശേഷൻ എന്നാണ് പിള്ളേരെ TN ശേഷൻ അന്തരിച്ചത്. ഒരു കറണ്ട് അഫയർ ആയിരുന്നു. 2019 നവംബർ 10 2019 നവംബർ 10 TN ശേഷൻ ഇന്ത്യയുടെ 10ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്നു തിരുനെല്ലായി നാരായണ അയ്യർ ശേഷൻ അഥവാ TN ശേഷൻ. അടുത്തത് താഴെ തന്നിരിക്കുന്നവരിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടില്ലാത്തത് ആര്? വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടില്ലാത്തത് ആര് എന്നാണ് ചോദ്യം. ഓക്കെ, TM ജേക്കബ്, നാലകത്ത് സൂപ്പി, ശിവൻകുട്ടി, C അച്യുതമേനോൻ, PJ ജോസഫ്. അപ്പോൾ വളരെ ട്രിക്കി ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ശിവൻകുട്ടി നമുക്കറിയാം നിലവിലുള്ള വ്യക്തിയാണല്ലേ. അപ്പോൾ നോക്കുക, ഇതിലപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടില്ലാത്തത് C അച്യുതമേനോനാണ്. ആരാണ്? C അച്യുതമേനോൻ. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്തത് വിധവ പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിധവകൾ അല്ലെങ്കിൽ വിവാഹമോചിതർ എന്നിവർക്ക് പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി. എന്ത് ചെയ്യുന്നു? അവർക്ക് മാംഗല്യം വേണം അല്ലേ. ഇപ്പോൾ മാംഗല്യം പദ്ധതി അല്ലെ, വിധവകൾക്ക് പുനർവിവാഹം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് വിധവ അല്ലെങ്കിൽ വിവാഹമോചിതർ കേട്ടോ, അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ആരാണ്? കേരള സർക്കാർ പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതാണ് മാംഗല്യം പദ്ധതി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. നോക്കുക, 1978 ചുമട്ടുതൊഴിലാളി നിയമം നിലവിൽ വന്നു. ശരിയാണ്. കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് സ്ഥാപിതമായത് 1957. അപ്പോൾ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് സ്ഥാപിതമായത് 1957. ഓക്കെ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് സ്ഥാപിതമായത് 1966. തെറ്റാണ്. എന്നാണെന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ. KSEB സ്ഥാപിതമായത്, കേരളത്തിൻ്റെ ഊർജം എന്ന ആപ്തവാക്യമായ KSEB എന്നാണ് വന്നത് പിള്ളേരെ? അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം. ഓക്കെ, അടുത്തത് 1984 കേരള വാട്ടർ അതോറിറ്റി. വളരെ വളരെ ശരിയാണ്. കേരള വാട്ടർ അതോറിറ്റി 1984. അപ്പോൾ തെറ്റായത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. KSEB 60 വന്നത്. ഓക്കെ, അതെന്നാണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഇടുക. ഒന്നുകൂടെ പറയാം, ചുമട്ടുതൊഴിലാളി നിയമം, കേരള ചുമട്ടുതൊഴിലാളി നിയമം 1978. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് 1957. പിന്നെ 1984 കേരള വാട്ടർ അതോറിറ്റി രൂപീകരിച്ചത്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ 370 വകുപ്പ് റദ്ദാക്കുകയും ഒരു പുനഃസംഘടനാ നിയമം പാസാക്കി ജമ്മു കശ്മീർ, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? 2019 ഒക്ടോബർ. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. പറഞ്ഞേ. G20 ഉച്ചകോടി. മനുഷ്യഹൃദയത്തിലെ മർദ്ദവും, അതായത് മനുഷ്യഹൃദയത്തിലെ ഏത് അറയുടെ ഭിത്തിക്കാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത്? ചോദ്യം ഇതായിരുന്നു, മനുഷ്യഹൃദയത്തിലെ ഏതു അറയുടെ ഭിത്തിക്കാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത്? ഏത് ഭിത്തിക്കാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത്? പറഞ്ഞേ. കട്ടിയുള്ളത് ഇടത് വെൻട്രിക്കിൾ. ഏതാണ്? ഇടത് വെൻട്രിക്കിൾ. ജീവകം B6ൻ്റെ രാസനാമം B6. 6 പീരീഡ് ഉണ്ടെന്ന് ഓർത്താൽ മതി. 6 പീരിയോഡോക്സി. പ്രമേഹത്തിൻ്റെ ഏത് വകഭേദത്തെയാണ് ജീവിതശൈലി രോഗമായി കണക്കാക്കുന്നത്? പ്രമേഹത്തിൻ്റെ ഏത് വകഭേദമാണ് ജീവിതശൈലി രോഗമായിട്ട് കണക്കാക്കുന്നത്? ടൈപ്പ് 2 പ്രമേഹം. ടൈപ്പ് 2 ആണ് പ്രമേഹത്തിൻ്റെ ഏത് വകഭേദത്തെയാണ് ജീവിതശൈലി രോഗമായി കണക്കാക്കുന്നത് ചോദിച്ചാൽ ടൈപ്പ് 2 പ്രമേഹമാണ്. ഓക്കെ, ഡയബറ്റീസ് ഇൻസിപ്പിഡസ് എന്താണ് പറഞ്ഞത്? വാസപ്രസിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന ക്രമരാഹിത്യമാണ് ഡയബറ്റീസ് ഇൻസിപ്പിഡസ് അല്ലേ. ഓക്കെ, അടുത്തത് ഫംഗസ് മുഖേന മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു രോഗം. ഫംഗസ് മുഖേനയാണ് ചോദ്യം, വളരെ പ്രധാനപ്പെട്ടതാണ്. ഫംഗസ് മുഖേന മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗമാണ് ചോദിച്ചത്. ഫംഗസ്, വട്ടച്ചൊറി അല്ലേ, റിംഗ് വേം. അടുത്തത് ആർദ്രം പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയ വർഷം. ആർദ്രം പദ്ധതി 2016. മനുഷ്യൻ്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി. മനുഷ്യൻ്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ചത്. അപ്പം നമ്മളെല്ലാവരും ഒന്നാണല്ലേ. മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന്. വൺ ഹെൽത്ത്. ഏതാണ്? വൺ ഹെൽത്ത്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിൻ്റെ മൂല്യം. ഗുരുത്വാകർഷണം മൂലം എത്ര ത്വരണമാണ് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുക എന്നാണ് ചോദ്യം. എല്ലാവർക്കും അറിയാം. എന്താണ്? 0 അവിടെ ത്വരണത്തിൻ്റെ മൂല്യം എത്രയാണ്? 0 ആയിരിക്കും. 2 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിനെ 2 മീറ്റർ ഉയരത്തിലെത്തിക്കാൻ ആവശ്യമായ പ്രവൃത്തിയുടെ അളവ്. ഇപ്പോൾ 2 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു
അതിനെ നിങ്ങൾക്ക് 2 മീറ്റർ ഉയരത്തിലെത്തിക്കണമെങ്കിൽ എത്ര വേണം? നിങ്ങളുടെ പ്രവൃത്തിയുടെ അളവ് 39.2. ഏതാണ് 39.2? അപ്പോൾ 2 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു 2 മീറ്റർ ഉയരത്താൻ 39.2. ഒരു 2ൻ്റെ കളിയാണല്ലോ. ഇപ്പോൾ 2 കിലോഗ്രാം 2 മീറ്റർ 39.2. മരീചിക ഏത് പ്രതിഭാസം മൂലം ഉണ്ടാകുന്നു? മരീചിക അല്ലേ? മരീചിക ഏത് പ്രതിഭാസം മൂലം ഉണ്ടാകും എന്നാണ് ചോദ്യം. പൂർണ്ണാന്തരിക പ്രതിഫലനം അല്ലേ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. പൂർണ്ണാന്തരിക പ്രതിഫലനമാണ് മരീചിക. റാണി രാംപാൽ സ്ഥിരം ചോദ്യമാണ് PSCയുടെ. റാണി രാംപാൽ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്? റാണി രാംപാൽ ഹോക്കി. ഏതാണ്? ഹോക്കി. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, ഹോക്കി. അടുത്തത് വാതകങ്ങളുടെ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്ന നിയമം. വാതകങ്ങളുടെ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം ഗേ-ലുസാക്ക്. ഏതാണ്? ഗേ-ലുസാക്ക്. അപ്പോൾ മർദ്ദവും താപനിലയും തമ്മിലുള്ള ബന്ധം പ്രസ്താവിക്കുന്നത് ഗേ-ലുസാക്കാണ്. ഓക്കെ. 3D10 എന്ന ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസമുള്ള മൂലകം കാണുമ്പോൾ തന്നെ അറിയാം, D ബ്ലോക്ക് അല്ലേ? അടുത്തത് മനുഷ്യ ഉമിനീരിൻ്റെ pH മൂല്യം. മനുഷ്യ ഉമിനീരിൻ്റെ pH മൂല്യം 6.4, 6.4 ഉമിനീരിൻ്റെ. ശുദ്ധജലമാണെങ്കിൽ 7. 2022 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ ഇവരിൽ ആരാണ്? 2022 രസതന്ത്രം അഥവാ കെമിസ്ട്രിക്ക് നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തി ആരാണ്? കരോളിൻ ആർ ബർട്ടോസി. കഴിഞ്ഞ കാലം KP കേശവമേനോൻ. ഓക്കെ. അടുത്തത് കൊല്ലവർഷം ആരംഭിച്ചതെന്ന്. അപ്പോൾ കൊല്ലവർഷം ആരംഭിച്ചതെന്ന് SCERT അതേ ചോദ്യമാണ്. എന്നാണ് പിള്ളേരെ കൊല്ലവർഷം ആരംഭിച്ചത്? 825 അല്ലേ? AD 825 ഓഗസ്റ്റ് 15. അപ്പോൾ ഒരു സ്വാതന്ത്ര്യ ദിനത്തിനാണെന്ന് ഓർക്കണം. AD 825 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം. 25 AD 825. ഒരു 5 ഉണ്ടെന്ന് ഓർത്താൽ മതി. AD 825 ഓഗസ്റ്റ് 25. നീലം പേരൂർ പടയണി ആഘോഷിച്ചു വരുന്ന ജില്ല. പ്രധാനപ്പെട്ട ചോദ്യമാണ്. നീലം പേരൂർ പടയണി ആലപ്പുഴയിലാണ്. എവിടെയാണ്? ആലപ്പുഴ. ആലപ്പുഴ. ഭാരതരത്നം ലഭിക്കുന്ന ആദ്യ കായിക താരം ഒന്നും നോക്കണ്ട, സച്ചിൻ തെണ്ടുൽക്കർ. ആർക്കാണ്? സച്ചിൻ തെണ്ടുൽക്കർ. 2023 സ്വാതി തിരുനാൾ സംഗീത പുരസ്കാരം P. ജയചന്ദ്രൻ. 2023 സ്വാതി തിരുനാൾ സംഗീത പുരസ്കാര ജേതാവ് P. ജയചന്ദ്രൻ. അടുത്തത് ഒരു തൊഴിൽ സ്ഥാപനത്തിലെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം 6:5 എന്ന അംശപാതത്തിലാണെങ്കിൽ അതിൽ 10ൽ 1 ഭാഗം സ്ത്രീകൾ പിരിഞ്ഞു പോയാൽ ഇപ്പോഴത്തെ അംശബന്ധം എത്രയാണ്? 4:3 ആണ്. എത്രയാണ്? 4:3 ആണ്. ഓക്കെ. പിന്നെ നമ്മൾ നേരെ പോകുന്നത് സ്പെഷ്യൽ ടോപ്പിക്കും മലയാളത്തിലേക്കാണ്. സ്പെഷ്യൽ ടോപ്പിക്കും മലയാളവും. ശരിയായ പദനിര കണ്ടെത്താനാണ് ശരിയായത്. സമ്രാട്ട് ശരിയാണ്, തത്വം ശരിയാണ്, കഥനം ശരിയാണ്. അപ്പോൾ മൂഢൻ എങ്ങനെ എഴുതും? മൂഢൻ. ഓക്കെ. ആവശ്യമല്ല, ആവശ്യമാണ്. അപ്പോൾ ഇത് തെറ്റാണ്. അത് അടിമത്വമല്ല, അടിമത്തമാണ്. അടിമത്തമാണ്. ഐച്ഛികം. ഇച്ഛയ്ക്ക് അനുസൃതമായത്. അച്ഛൻ്റെ ചായയാണ്. ഓക്കെ. ആവശ്യം അതിൽ നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ബിരുദൻ ദയേലതായാണ് അല്ലേ? ദോശയിലതായാണ് ബിരുദത്തിന് വേണ്ടത്. പിന്നെന്തായിരുന്നു? ചെതലല്ല, ചിതൽ. മിറ്റമല്ല, മുറ്റം. ഇങ്ങനെയല്ല. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് താഴെ കൊടുത്തിട്ടുള്ള വാക്യങ്ങളിൽ ശരിയായത് കണ്ടെത്തുക. ഏകദേശം 50ഓളം ആളുകൾ പങ്കെടുത്തു. നോക്കിക്കേ, യോഗത്തിൽ ഏകദേശം 50ഓളം ആളുകൾ പങ്കെടുത്തു എന്നാണ്. ഇത് പൗനരുക്ത്യം എന്ന് പറയും. ഒരേ അർത്ഥമുള്ള വാക്ക് വീണ്ടും ഉപയോഗിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് പൗനരുക്ത്യം. പുനർ എന്നാൽ വീണ്ടും, ഉക്തി എന്നാൽ പറയുക. പുനരുക്തി അഥവാ പൗനരുക്ത്യം. ഒരേ അർത്ഥമുള്ള വാക്ക് ഒരുമിച്ച് വേണ്ട. നമ്മൾ പണ്ട് മുതലേ പറയുന്നതാണ് ക്യാച്ച് പിടിക്കുക. ക്യാച്ച് എന്ന് പറഞ്ഞാലും പിടിക്കുക എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. അതുപോലെ തന്നെ ഏകദേശം എന്ന് പറഞ്ഞാലും ഓളം എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. രണ്ടും ഒരുമിച്ച് വേണ്ട. അപ്പോൾ ഓപ്ഷൻ എ തെറ്റ്. 2. ഏകദേശം യോഗത്തിൽ 50ഓളം ആളുകൾ പങ്കെടുത്തു. ഇവിടെയും എന്താണ്? ഏകദേശം, ഓളം ഒരുമിച്ച് വേണ്ട. അപ്പോൾ അതും തെറ്റ്. അടുത്തത് യോഗത്തിൽ 50ഓളം ആളുകൾ പങ്കെടുത്തു. ശരിയാണല്ലേ? അവിടെ ഏകദേശം എന്ന് വാക്കില്ല, 50ഓളം എന്ന് മാത്രമുള്ളത് ശരിയാണ്. ആളുകൾ ഏകദേശമായി 50ഓളം. അപ്പോൾ ഏകദേശം എന്ന വാക്കിന് അപ്പോൾ എന്ത് വേണ്ട? ഓളം വേണ്ട. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. യോഗത്തിൽ 50ഓളം ആളുകൾ പങ്കെടുത്തു.
ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന വരിയുടെ ശരിയായ മലയാള വിവർത്തനം ഏത്? പറഞ്ഞേ. ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്നതാണ് വിശ്രമിക്കുന്നതിന് മുമ്പ് എനിക്ക് ഏറെ ദൂരം താണ്ടുവാനുണ്ട്. അവിടെ സ്ലീപ്പ് എന്ന് പറഞ്ഞ ഉറക്കം എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുകയേ വേണ്ട. വിശ്രമിക്കുന്നതിന് മുമ്പ് എനിക്ക് ഏറെ ദൂരം താണ്ടുവാനുണ്ട്. ഓക്കെ, ഇവിടെ സ്ലീപ്പ് എന്ന വാക്കിന് ഉറക്കം എന്ന അർത്ഥമല്ല, വിശ്രമിക്കുന്നതിന് മുമ്പ് എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, വിശ്രമിക്കുന്നതിന് മുമ്പ് എനിക്ക് ഏറെ ദൂരം താണ്ടുവാനുണ്ട്. അടുത്തത്, ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളാരാണ്? ജയിക്കാൻ. ഹാ വിജിഗീഷ് മൃത്യുവിന്നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ. വൈലപ്പിള്ളി പാടിയതാണല്ലേ. എല്ലുറപ്പുള്ള കവിതകളുടെ കർത്താവ് എന്നറിയപ്പെടുന്ന, കാച്ചിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്നറിയപ്പെടുന്ന വൈലപ്പിള്ളി എഴുതിയതാണ്. ആ വിജിഗീഷ് മൃത്യുവിന്നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ. വിജിഗീഷു ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, ജിജ്ഞാസു അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ, അല്ലേ. പിബിഡിഷു എന്താണ്? പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. അടുത്തത്, ശരിയായ പര്യായപദം. എന്താണ് ശരിയായ പര്യായപദം? പര്യായം എന്ന് പറയുമ്പോൾ ഒരു വാക്കിന്, അല്ലേ, വ്യത്യസ്ത അർത്ഥം, ഒരു വാക്കിന് ഒരുപാട് പര്യായ പദങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഗഗനം, നഭസ്, വ്യോമം എന്താണ്? ആകാശം എന്നാണ്. ഗഗനം, നഭസ്, വ്യോമം എന്താണ്? ആകാശം. ആകാശം. ഓക്കെ, അതാണ് അതിൽ ശരിയായ ഉത്തരം. അടുത്ത ന്യൂനം. അപ്പോൾ രണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരെ ബി കൊണ്ട് എഴുതരുത്. 2 ഓപ്ഷൻ എയിലാണ് കിടക്കുന്നത്. അപ്പോൾ പലരും തെറ്റിക്കും. 2 എന്ന് പറയുമ്പോൾ 2 എന്ന് പറഞ്ഞ ഓപ്ഷൻ ബി കൊണ്ട് എഴുതും. തെറ്റിക്കരുത്. 2 ഓപ്ഷൻ എയിലാണ് കിടക്കുന്നത്. ന്യൂനം എന്ന പദത്തിൻ്റെ വിപരീതം. ന്യൂനം എന്നതിൻ്റെ വിപരീതം ആധിക്യം. അന്യൂനം എന്നൊന്നും എഴുതരുത്. ന്യൂനം, ആധിക്യം. ന്യൂനം എന്ന് പറഞ്ഞാൽ കുറവ്, ആധിക്യം എന്ന് പറഞ്ഞാൽ അധികം. ശക്തിമത്താവുക, കഠിനമായി വർദ്ധിക്കുക എന്നിങ്ങനെ അർത്ഥം വരുന്ന ശൈലി. സ്ഥിരം ചോദ്യം. ശൈലികളിൽ നിന്നുള്ളൊരു ചോദ്യം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെയാണ് പിള്ളേരെ? ശക്തിമത്താവുക, കഠിനമായി വർദ്ധിക്കുക, കൊടുമ്പിരി കൊള്ളുക. എന്താണ്? കൊടുമ്പിരി കൊള്ളുക. കൊടുമ്പിരി കൊള്ളുകയാണ് ശക്തിമത്താവുക, കഠിനമായി വർദ്ധിക്കുക. താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ ബഹുവചനത്തെ കുറിക്കുന്ന അലിംഗവചനം പ്രത്യയം ചേർന്ന രൂപമേത്? അപ്പോൾ അലിംഗവചനം പ്രത്യയം ചേർന്ന രൂപമേത്? ശ്രദ്ധിക്കുക. വചനത്തിൽ സ്ത്രീജാതിയെയും പുരുഷജാതിയെയും ഒരുമിച്ച് പറയുന്നതാണ് എന്ത്? അലിംഗം. സ്ത്രീജാതി എന്നോ പുരുഷജാതി എന്നോ അല്ലെങ്കിൽ നപുംസകം എന്നോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പിള്ളേരെ അത് സലിംഗമാണ്. രണ്ടുപേരെയും ചേർത്ത് പറഞ്ഞാൽ അലിംഗമാണ്. ഏകവചനത്തോടൊപ്പം ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ട് ബഹുവചന പ്രത്യയം ചേർത്താൽ അത് പൂജകമാണ്. ദ്രാവിഡ ഭാഷയിൽ 2 തരം വചനമാണുള്ളത്, ഏകവചനവും ബഹുവചനവും. നാമം ഒരെണ്ണം മാത്രം എന്ന് കുറിക്കുന്നതാണ് ഏകവചനം. ഏകവചനത്തിന് ദ്രാവിഡ ഭാഷയിൽ പ്രത്യയമൊന്നുമില്ല. അമ്മ, കുട്ടി, പേന, പെൻസിൽ, പുസ്തകം ഒക്കെ ഏകവചനമാണ്. പക്ഷേ ബഹുവചനം എന്ന് പറഞ്ഞാൽ നാമത്തിൻ്റെ ആധിക്യം, ബഹുത്വം കാണിക്കുന്നതാണ്. ഏകവചനത്തോടൊപ്പം തന്നെ കൾ, മാർ, അർ എന്നീ പ്രത്യയം ചേർക്കും. ഇതാണ് കൾ, മാർ, അർ എന്നീ പ്രത്യയം ചേർക്കും. അതിൽ 3 തരം ബഹുവചനമാണുള്ളത്. സലിംഗ ബഹുവചനം. സ്ത്രീജാതിയെയോ പുരുഷജാതിയെയോ നപുംസകത്തെയോ, അല്ലേ, സ്ത്രീലിംഗത്തിൻ്റെയോ പുല്ലിംഗത്തിൻ്റെയോ നപുംസകത്തിൻ്റെയോ ബഹുത്വത്തെ കാണിക്കുന്നതാണ്. എങ്കിൽ അത് സലിംഗമാണ്. സലിംഗം, ലിംഗത്തോട് കൂടിയത്. അമ്മമാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത് സ്ത്രീകളാണ്, അല്ലേ. അച്ഛന്മാർ എന്ന് പറയുമ്പോൾ അറിയാം പുരുഷന്മാരാണ്. അപ്പോൾ 2 നിങ്ങൾക്ക് വേർതിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. കല്ലുകൾ നമ്മൾ പറഞ്ഞു, മലകൾ, മരങ്ങൾ, നദികൾ, പർവ്വതങ്ങൾ എല്ലാം എന്താണ്? നപുംസകമാണ്. ഇതുവരെ ഈ ഭൂമിയിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ ആണെന്നോ പെണ്ണെന്നോ വേർതിരിച്ചിട്ടില്ലാത്ത നാമവിഭാഗമാണ് പിള്ളേരെ എന്ത്? നപുംസകം, അല്ലേ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേന സ്ത്രീയെന്നോ പുരുഷനെന്നോ വേർതിരിച്ചിട്ടില്ലേ? അപ്പോൾ പേനകൾ എന്ന് പറയുന്നത് നപുംസകമാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ത്രീയും അല്ല പുരുഷനും അല്ല, നപുംസകമാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചാലും, നപുംസകം ഒരു ലിംഗമാണ്, അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചാലും അത് ലിംഗത്തോട് കൂടിയതാണ്, സലിംഗമാണ്. സ്ത്രീജാതിയുടെയോ അല്ലെങ്കിൽ പുരുഷജാതിയുടെയോ നപുംസകത്തിൻ്റെയോ ആധിക്യമാണ് കാണിക്കുന്നതെങ്കിൽ, അതിൻ്റെ ബഹുത്വമാണ് കാണിക്കുന്നതെങ്കിൽ അതെന്താണ്? നിർബന്ധമായിട്ടും പഠിക്കണം, അത് സലിംഗമാണ്. സ്ത്രീജാതിയെയും പുരുഷജാതിയെയും ഒരുമിച്ച് വിളിച്ചു. കുട്ടികൾ, ആൺകുട്ടിയുമുണ്ട് പെൺകുട്ടിയുമുണ്ട്. തൊഴിലാളികൾ, സ്ത്രീയുണ്ട് പുരുഷനുണ്ട്. പണിക്കാർ, അതിലും സ്ത്രീയുണ്ട് പുരുഷനുണ്ട്. ഗ്രാമീണർ, സ്ത്രീയുണ്ട് പുരുഷനുണ്ട്. ജനങ്ങൾ, ബന്ധുക്കൾ, ശത്രുക്കൾ, അല്ലേ, സുഹൃത്തുക്കൾ, സഹോദരർ, സഹോദരനുമുണ്ട് സഹോദരിയുമുണ്ട്. ഇതെല്ലാം എന്താണ് പിള്ളേരെ? അലിംഗമാണ്. അധ്യാപകർ, സ്ഥിരം ചോദ്യമാണ്. അധ്യാപകനുമുണ്ട് അധ്യാപികയുമുണ്ട്. ഓക്കെ, അപ്പോൾ ബന്ധുക്കൾ, ശത്രുക്കൾ, സുഹൃത്തുക്കൾ, സഹോദരർ, അധ്യാപകർ, പണിക്കാർ എന്നാണ് ഞാൻ പറഞ്ഞത്. അതെല്ലാം അലിംഗമാണ്. പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ എണ്ണം കൊണ്ട് ഒന്നേ ഉള്ളൂ, പക്ഷെ ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വൈദ്യൻ ഒരാളേ ഉള്ളൂ, പക്ഷെ വൈദ്യ എന്ന് വിളിക്കില്ല, നമ്മൾ അറ എന്ന് ചേർക്കും, അല്ലേ. വൈദ്യർ. ഏകവചനത്തോടൊപ്പം ബഹുമാനം കാണിക്കാൻ കൾ, മാർ, അർ ഇവ ചേർത്താൽ അത് പൂജകമാണ്. അപ്പോൾ ഏകവചന നാമത്തോടൊപ്പം ബഹുവചന പ്രത്യയങ്ങളായ കള്ളെന്നോ മാറെന്നോ അറെന്നോ ചേർത്താൽ അതെന്താ പിള്ളേരെ? പൂജക ബഹുവചനമാണ്. വൈദ്യർ,
ഭാഗവതർ, ക്ഷത്രിയർ ഒക്കെ എന്താണ് പൂജക ബഹുവചനമാണ്. അതുകൂടാതെ നിങ്ങൾ, താങ്കൾ, അവർകൾ, തിരുവടികൾ, ശാസ്ത്രികൾ, ന്യായാധിപർ, പത്രാധിപർ, ദ്രോണർ, ഭീഷ്മർ, ധൃതരാഷ്ട്രർ, ഓക്കെ. അതുപോലെ തന്നെ വൈദ്യർ, അതുപോലെ തന്നെ വാരസ്യർ ഒക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം, ഈ ചോദ്യത്തിൽ ഈ ഇത്തരം ചോദ്യങ്ങളിൽ പണിക്കർ എന്ന് തരും. പണിക്കർ എന്ന് തന്നാൽ അത് പൂജകമാണ്. പണിക്കാർ സ്ത്രീയും പുരുഷനുണ്ട്, അതെന്താണ്? അത് അലിംഗമാണ്. പണിക്കർ, കർ കർ എന്നാണെന്നുണ്ടെങ്കിൽ അതാരാണ്? അത് പൂജകമാണ്. പണിക്കാർ എന്നാണെങ്കിൽ അത് അലിംഗമാണ്. അപ്പോൾ ഇതിൽ നോക്കി ബഹുവചനത്തെ കുറിക്കുന്ന അലിംഗം എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും വരണം. അധ്യാപകരാണ് അല്ലേ? സ്ത്രീയും പുരുഷനും ചേർത്ത് വിളിക്കുന്നതാണ് ഇത് അധ്യാപകർ. നോക്കിക്കേ, അമ്മമാർ എന്ന് പറയുമ്പോൾ സ്ത്രീയാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചു. സ്ത്രീകളുടെ ബഹുത്വം സൂചിപ്പിക്കുന്നു, അമ്മമാരുടെ ബഹുത്വം സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ഇത് സലിംഗമാണ്. സലിംഗം. ഓക്കെ. മിടുക്കന്മാർ ആൺകുട്ടികളാണെന്ന് അറിയുന്നുണ്ട്, അപ്പോൾ അതും സലിംഗ ബഹുവചനമാണ്. സ്വാമികൾ പൂജകമാണ്. സ്വാമി എന്ന് വിളിക്കില്ല, സ്വാമികളെ എന്ന് വിളിക്കുള്ളൂ. ശാസ്ത്രികൾ, ക്ഷത്രിയർ അല്ലേ, തിരുവടികൾ ഒക്കെ എന്താണ്? സ്വാമികൾ പൂജക ബഹുവചനമാണ്. ഉന്നമ്രം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്ന ശരിയായ പദം. അപ്പോൾ ഉന്നമ്രം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്ന ശരിയായ പദം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, ഒത്ത് പ്ലസ് നമ്രം. എന്താണ് ഉത്തരം? ഒത്ത് പ്ലസ് നമ്രമാണ് ഉന്നമ്രം. അപ്പോൾ ഉന്നമ്രം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ കിട്ടുന്ന രണ്ട് പദം ഒത്ത് പ്ലസ് നമ്രം. സമുച്ചയാർത്ഥത്തിൽ തുല്യമായ ഘടകപദങ്ങളാക്കാൻ കഴിയുന്ന പദം. സമുച്ചയാർത്ഥത്തിൽ തുല്യമായ ഘടകങ്ങളൊക്കെ, രൂപഭാവങ്ങൾ, രൂപവും ഭാവവും അല്ലേ. അടുത്തത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വളരെ 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 പ്രധാനപ്പെട്ട ചോദ്യമാണ്. WCPOയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കിടുക്കാച്ചി ചോദ്യമാണ്. നോക്കിക്കേ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്തയാളെ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് കൂടാതെ തടങ്കലിൽ വയ്ക്കാവുന്ന ഉയർന്ന സമയപരിധി എത്രയാണ്? 24 മണിക്കൂർ. ഒരു ദിവസത്തിലധികം, അതായത് 24 മണിക്കൂറിലധികം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്ത ആളെ എന്ത് ചെയ്യാൻ പറ്റില്ല? മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് കൂടാതെ തടങ്കലിൽ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ 24 മണിക്കൂർ വരെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്ത ആളെ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് കൂടാതെ തടങ്കലിൽ വയ്ക്കാൻ പറ്റുള്ളൂ. അടുത്തത്, സാക്ഷികളായി കോടതിയിൽ വിളിപ്പിക്കാൻ സാധിക്കാത്ത വ്യക്തികളുടെ പ്രസ്താവനകൾ തെളിവായി കോടതി കണക്കാക്കുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? സാക്ഷികളായി കോടതിയിൽ വിളിപ്പിക്കാൻ സാധിക്കാത്ത വ്യക്തികളുടെ പ്രസ്താവനകൾ തെളിവായി കോടതി കണക്കാക്കുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? നോക്കിക്കേ, പ്രസ്താവന അത് ചെയ്യുന്ന ആളുടെ ധനപരമോ ഉടമ എന്ന നിലയിലുള്ള താല്പര്യത്തിന് എതിരാവുമ്പോൾ. പ്രസ്താവന അത് ചെയ്യുന്ന ആളുടെ ധനപരമോ ഉടമ എന്ന നിലയിലുള്ള താല്പര്യത്തിന് എതിരാവുമ്പോൾ. ഓക്കെ, അത് ശരിയായ ഉത്തരമാണ്. പിന്നെ രണ്ടാമത് വരുന്നത്, പോലീസ് തടങ്കലിൽ വെച്ച് നടത്തുന്ന കുറ്റസമ്മതം. അത് തെറ്റാണ്. ഓക്കെ. അടുത്തത്, പ്രസ്താവന ബന്ധുത്വത്തിൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ചതായാൽ അതെന്താണ്? തെളിവായിട്ട് കോടതി കണക്കാക്കുന്നത് ആ സാഹചര്യത്തിലാണ്. ഒന്ന് ഏതൊക്കെയാണ്? പ്രസ്താവന അത് ചെയ്യുന്ന ആളുടെ ധനപരമോ ഉടമയെന്ന നിലയിലുള്ള താല്പര്യത്തിനെതിരാകുമ്പോൾ, അതുകൂടാതെ ബന്ധുത്വത്തിൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ചതാകുമ്പോൾ, പിന്നെ പ്രസ്താവനകൾ വാദ തടസ്സമാവുമ്പോൾ, പിന്നെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ നോക്കിക്കേ, പ്രസ്താവന അത് ചെയ്യുന്ന ആളുടെ ധനപരമോ ഉടമ എന്ന നിലയിലുള്ള താല്പര്യത്തിനെതിരാവുമ്പോൾ. അപ്പോൾ 1, 3, 4 ഇതിൽ ശരിയായിട്ട്. അപ്പോൾ 1, 3, 4 ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ. അടുത്തത്, ഒരു സ്വകാര്യ വ്യക്തിക്ക് നിയമപ്രകാരം മറ്റൊരാളെ അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യം. ഒരു സ്വകാര്യ വ്യക്തിക്ക് നിയമപ്രകാരം മറ്റൊരാളെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞേ. ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്തതും വാറണ്ട് കൂടാതെ പോലീസിനെ നേരിട്ടെടുക്കാവുന്നതുമായ ഒരു കുറ്റം സാന്നിധ്യത്തിൽ നടന്നാൽ. ഓക്കെ, ഒരു സ്വകാര്യ വ്യക്തിക്ക് നിയമപ്രകാരം മറ്റൊരാളെ അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യം ഏതൊക്കെയാണ്? ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്തതും വാറണ്ട് കൂടാതെ പോലീസിനെ നേരിട്ടെടുക്കാവുന്നതുമായ ഒരു കുറ്റം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ നടന്നാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? നിയമപ്രകാരം മറ്റൊരാളെ അറസ്റ്റ് ചെയ്യാം. ഓക്കെ. അടുത്തത്, ഇന്ത്യൻ തെളിവ് നിയമപ്രകാരം താഴെ പറയുന്നതിൽ ഏത് കുറ്റസമ്മതമാണ് സ്വീകാര്യമായത്? ഓക്കെ, ഇന്ത്യൻ തെളിവ് നിയമപ്രകാരം താഴെ പറയുന്നതിൽ ഏത് കുറ്റസമ്മതമാണ് സ്വീകാര്യമായത്? അപ്പോൾ ഏതൊക്കെ കുറ്റസമ്മതമാണ് സ്വീകാര്യമായത് എന്ന് നോക്കിക്കേ. മജിസ്ട്രേറ്റിന് മുമ്പാകെ നടത്തുന്നത് അത് സ്വീകാര്യമാണ്.
പിന്നെ പോലീസ് തടങ്കലിൽ വെച്ച് നടത്തിയ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വസ്തുത കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതും. അപ്പം 3ഉം 4ഉമാണ് ശരിയായ ഉത്തരം. വിചാരണ നടത്തുന്നതിൽ കോടതിക്കുള്ള ആധികാരികതയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. വിചാരണ നടത്തുന്നതിൽ കോടതിക്കുള്ള ആധികാരികതയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ ശരിയായത് കുറ്റകൃത്യം തുടരുന്ന ഒന്നായിരിക്കുകയും ഒന്നിലധികം തദ്ദേശ പ്രദേശങ്ങളിൽ വെച്ച് തുടരുകയും ചെയ്യുന്നതാണെങ്കിൽ തദ്ദേശ പ്രദേശങ്ങളിൽ അധികാരികത ഉള്ള ഏത് കോടതിക്കും വിചാരണ ചെയ്യും. അത് ശരിയായ ഒരു പ്രസ്താവനയാണ്. ഓക്കെ. അതുകൂടാതെ പിന്നെ വരുന്നത് ആളെ തട്ടിക്കൊണ്ടുപോകുന്ന കുറ്റത്തിൻ്റെ വിചാരണ അയാളെ ഒളിപ്പിച്ചു വെച്ച സ്ഥലത്തെ കോടതിയിൽ നടത്താവുന്നതാണ്. അതും ശരിയാണ്. അപ്പോൾ 1ഉം 4ഉമാണ് ശരി. നോക്കുക പിള്ളേരെ, വിചാരണ നടത്തുമ്പോൾ കോടതിക്ക് ഒരു അധികാരപരിധി ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് സംബന്ധിച്ച് ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദ്യം. ഓക്കെ. അപ്പോൾ ഏത് കുറ്റവും ഏത് കോടതിയിലും വിചാരണ ചെയ്യാം. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഏത് കുറ്റവും ഏത് കോടതിയിലും വിചാരണ ചെയ്യാൻ പറ്റില്ല. കുറ്റം ചെയ്തത് ഒരു കോടതിയുടെ പരിധിയിലും അതിൻ്റെ അനന്തരഫലം ഉണ്ടായത് വേറെ കോടതിയുടെ പരിധിയിലുമാണെങ്കിൽ കുറ്റം ചെയ്ത പ്രദേശത്തിൻ്റെ അധികാരത ഉള്ള കോടതിയിൽ മാത്രം വിചാരണ ചെയ്യൂ. അങ്ങനെയില്ല. ഓക്കെ. അപ്പോൾ കുറ്റകൃത്യം തുടരുന്ന ഒന്നായിരിക്കുകയും ഒന്നിലധികം തദ്ദേശ പ്രദേശങ്ങളിൽ വെച്ച് തുടരുകയും ചെയ്യുന്നതാണെങ്കിൽ തദ്ദേശ പ്രദേശങ്ങളിൽ അധികാരത ഉള്ള ഏത് കോടതിക്കും വിചാരണ ചെയ്യാം. ആളെ തട്ടിക്കൊണ്ടുപോകുന്ന കുറ്റത്തിൻ്റെ വിചാരണ അയാളെ ഒളിപ്പിച്ചു വെച്ച സ്ഥലത്തെ കോടതിയിൽ നടത്താവുന്നതാണ്. അത് ശരിയാണ്. അപ്പോൾ 1ഉം 4ഉം ശരിയാണ്. താഴെ പറയുന്നതിൽ ഏത് അവകാശമാണ് ഒരു പൗരന് പോലീസ് സ്റ്റേഷനിൽ പ്രാപ്തമായിട്ടുള്ളത്? അപ്പോൾ ഏത് അവകാശമാണ് നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ പോയാൽ പൗരന് പ്രാപ്തമായിട്ടുള്ളത് എന്നാണ് ചോദ്യം. പറഞ്ഞേ, ഏത് അവകാശമാണ് പോലീസ് സ്റ്റേഷനിൽ ഒരു പൗരന് പ്രാപ്തമായിട്ടുള്ളത്? 1, ഒരു പ്രത്യേക വ്യക്തി പോലീസ് കസ്റ്റഡിയിലുണ്ടോ എന്നറിയാൻ നമുക്ക് പോയി അന്വേഷിക്കാൻ പറ്റില്ലേ? ഇപ്പോൾ ഇന്ന ആളെ അറസ്റ്റ് ചെയ്താൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് പ്രാപ്തമായ ഒന്നാണ്. പിന്നെ അതിൽ വരുന്ന രണ്ടാമത് എന്താ? എല്ലാ കേസുകളിലും സ്റ്റേഷൻ ജാമ്യം കിട്ടുന്നതിന് അവകാശമുണ്ട്? ഇല്ല. അങ്ങനെ ഒരു അവകാശം അല്ലെങ്കിൽ പ്രാപ്തി നമുക്കില്ല. 3, സ്ത്രീകൾക്ക് സ്വകാര്യതയോടെ പരാതി കൊടുക്കാൻ. തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് സ്വകാര്യതയോടെ പരാതി കൊടുക്കാൻ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പ്രാപ്തമാണ്. പരാതി നൽകിയതിൻ്റെ കൈപ്പറ്റ് രസീത് കിട്ടാൻ. അതും ശരിയാണ്. നമ്മളൊരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൈപ്പറ്റ് രസീത് കിട്ടാൻ. ഓക്കെ. അപ്പോൾ 1, 3, 4 ശരിയാണ്. ഓപ്ഷൻ 1, 3, 4ഉം ശരിയാണ്. അടുത്ത, വലിയ അളവിൽ മയക്കുമരുന്ന് നടത്തുന്നതിന് ആവർത്തിച്ച് ശിക്ഷ ലഭിച്ചിട്ടുള്ള വ്യക്തി വീണ്ടും അതേ കുറ്റം ചെയ്യാൻ സെക്ഷൻ 31A പ്രകാരം നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് നിയമത്തിൽ അനുശാസിക്കുന്ന ശിക്ഷ. അപ്പോൾ ഒരാളെ തുടർച്ചയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മയക്കുമരുന്ന് അതും വലിയ അളവിൽ കടത്തുമ്പോൾ അറസ്റ്റ് ചെയ്യണം. വീണ്ടും അതേ വ്യക്തി അതേ കുറ്റം ചെയ്താൽ സെക്ഷൻ 31A പ്രകാരം ആ വ്യക്തിക്ക് പരമാവധി വധശിക്ഷ വരെ കിട്ടും. ഏതാണ്? വധശിക്ഷ. പോലീസിന്റെ കൃത്യനിർവഹണത്തിന് സഹായകം ആവുന്നതിനായി കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതികൾ. എന്താണ് കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതികൾ രൂപീകരിക്കുന്നതിനെ കുറിച്ച് ഏത് നിയമമാണ് പ്രതിപാദിക്കുന്നത്? പറഞ്ഞ ഏത് നിയമമാണ്? സെക്ഷൻ 64 പോലീസ് ആക്ടിലെ വകുപ്പ് അല്ലേ? 64 പോലീസ് ആക്ടിലെ വകുപ്പ് 64. അടുത്തത്, ഒരു കളവ് ചെയ്യണമെന്ന് സ്വന്തം ഇഷ്ടപ്രകാരം മനഃപൂർവ്വമായി ആർക്കെങ്കിലും മരണം ഉണ്ടാകുന്ന, അതായത് ഒരു കളവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം മനഃപൂർവ്വമായിട്ട് വേറൊരാൾക്ക് മരണം ഉണ്ടാക്കുന്ന കുറ്റം ഏതാണോ? ഒരു കളവ് ചെയ്യണമെന്ന സ്വന്തം ഇഷ്ടപ്രകാരം മനഃപൂർവ്വമായി ആർക്കെങ്കിലും മരണം ഉണ്ടാക്കുന്നത്, മനഃപൂർവ്വമായിട്ട് ഒരാൾക്ക് മരണം ഉണ്ടാക്കുന്ന കുറ്റം കവർച്ച അല്ലേ? കളവ് ചെയ്യണം എന്നുള്ള ഇഷ്ടപ്രകാരം ഒരാൾക്ക് മരണം വരെ ഉണ്ടാക്കിയെന്നാണ്, അത് കവർച്ച തന്നെയാണ്. പോലീസ് ആക്ട് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറായി താൽക്കാലിക നിയമനത്തിന് പരിഗണിക്കപ്പെടാവുന്ന വ്യക്തിയുടെ പ്രായപരിധി അല്ലേ? സ്പെഷ്യൽ പോലീസ് ഓഫീസർ നിങ്ങൾ ഇലക്ഷനൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ടാവും അല്ലേ? സ്പെഷ്യൽ പോലീസ് ഓഫീസർ എത്രയാണ്? 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ. 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയാണ് പോലീസ് ആക്ട് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറായിട്ട് താൽക്കാലിക നിയമത്തിന്. ഇലക്ഷനൊക്കെ അല്ലേ ഒരുപാട് കുട്ടികളെ അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ. മറ്റു വ്യക്തിയുടെ ATM കാർഡ് ഉപയോഗിച്ച് മോഷണം നടത്തുന്നത് ശിക്ഷാർഹമാകുന്നത് ഏത് നിയമമാണ്? ഒരാളുടെ ATM, അതായത് മറ്റൊരാളുടെ ATM വെച്ചിട്ട് മോഷണം നടത്തുന്നത്, ഒരാളുടെ ATM വെച്ചിട്ട് മോഷണം നടത്തുന്നത് ഏത് നിയമപ്രകാരമാണ് ശിക്ഷാർഹമാക്കുന്നത്? പറഞ്ഞേ. വകുപ്പ് 66 ഇൻഫർമേഷൻ ടെക്നോളജി നിയമം. ഇപ്പോൾ ഒരാളുടെ ATM കാർഡ് നിങ്ങൾ അയാളുടെ അറിവോടെ അല്ലാതെ മോഷണം നടത്തുകയാണെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66ാമത്തെ വകുപ്പ് പ്രകാരം നിങ്ങൾ അകത്ത് കിടക്കും. ഓക്കെ. അടുത്തത്, അടുത്തുള്ള വസ്തുക്കളിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് പൊതുവായൊരു ദോഷം തീർച്ചയായും ഉണ്ടാവും എന്ന അറിവോടും ഉദ്ദേശത്തോടും കൂടി ഒരു പ്രവൃത്തി ചെയ്യുന്നത്
ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഏത് വകുപ്പിലാണ് പെടുത്തിയിട്ടുള്ളത്? പറഞ്ഞേ 268. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെറുതെ ഒരു ഉദാഹരണം പറയണം. വീടിനടുത്ത് എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കിണറുണ്ടെന്ന് വയ്ക്കാം. അതിൽ നിങ്ങൾ ആവശ്യമില്ലാതെ മാലിന്യമൊക്കെ കൊണ്ടിട്ട് അവരുടെ കുടിവെള്ളം മുടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ അടുത്തുള്ള ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും? പുതുതായിട്ടൊരു ദോഷം ഉണ്ടാവും അല്ലേ? അതേതാണ് 268. അപ്പോൾ നിങ്ങൾ അവർക്ക് കൊടുത്ത 8ന്റെ പണിയാണല്ലേ? അവരുടെ വെള്ളം കൂടി മുട്ടിച്ചപ്പോൾ 8ന്റെ പണിയാണ്. അപ്പോൾ 8ന്റെ പണി 268 എന്ന് ഓർത്താൽ മതി. മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവും കള്ളക്കടത്തും ശിക്ഷാർഹമാക്കുന്നതിന് മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവും കള്ളക്കടത്തും ശിക്ഷാർഹമാക്കുന്നതിന് കൊണ്ടുവന്ന പ്രത്യേക നിയമം പറഞ്ഞേ. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് നിയമം. ഒരു മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം അത് തന്നെ അതിൻ്റെ കള്ളക്കടത്തതൊക്കെ ശിക്ഷാർഹമാണെന്ന് പറയുന്ന നിയമം നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് നിയമം, ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കേണ്ടത് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് എന്നുള്ള വാക്കുണ്ടെന്ന് നോക്കണം. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് നിയമം. അപ്പോൾ ഈ സൈക്കോ അല്ലേ, സൈക്കോസിനെ നിയന്ത്രിക്കാൻ വേണ്ടി വന്നതെന്ന് ഓർത്താൽ മതി. ഓക്കെ, സൈക്കോസ് അല്ലേ, ഈ നാർക്കോട്ടിക്സ് ഒക്കെ ഉപയോഗിച്ചവരെന്താവും? സൈക്കോകളായിട്ട് മാറുന്ന ഓർത്താൽ മതി. താഴെ പറയുന്നതിൽ വിവരസാങ്കേതിക നിയമപ്രകാരം ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം. ജീവപര്യന്തം അല്ലേ, സൈബർ ടെററിസം. ഓക്കെ, വിവരസാങ്കേതിക നിയമപ്രകാരം ജീവപര്യന്തം വരെ തടവ് ലഭിക്കുന്ന ശിക്ഷ ഏതാണ്? ലഭിക്കാവുന്ന കുറ്റം ഏതാണ്? സൈബർ ടെററിസം. ഓക്കെ, വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ ശരിയായ പ്രസ്താവന മാത്രമാണ് പറയുന്നത്. നോക്കുക, പാർലമെന്റിന്റെ വിശേഷ അവകാശത്തിന് ലംഘനമായേക്കാവുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ട അല്ലേ? പാർലമെന്റിന്റെ വിശേഷ അവകാശത്തിന് ലംഘനമായേക്കാവുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. അത് ശരിയാണ്. ഓക്കെ, അതുകൂടാതെ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭ്യമാക്കുന്നതിന് സമയപരിധി നിഷ്കർഷിച്ചിട്ടുണ്ട്. ശരിയാണ്. എത്ര മണിക്കൂറിനകം അല്ലേ? ജീവനെയും സ്വത്തിനെയും സംബന്ധിച്ചുള്ളതാണെങ്കിൽ എത്ര മണിക്കൂറിനുള്ളിൽ? 48 മണിക്കൂറിനുള്ളിൽ മറുപടി കൊടുക്കണം അല്ലേ? അതിലടുത്ത പ്രസ്താവനയില്ലേ ശരിയായിട്ട് വരുന്നത് ഏതാണെന്ന് പറഞ്ഞേ. അടുത്തതിൽ വിവരം എന്നതിൻ്റെ നിർവചനത്തിൽ ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടുന്നില്ല. തെറ്റാണ്. ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ച വിവരങ്ങൾ അതിൽ ഉൾപ്പെടും. അതോട് ഓർത്ത് വയ്ക്കണം. ഓക്കെ, വിവരം എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് രൂപത്തിലുള്ള വിവരം ഉൾപ്പെടും. അപ്പോൾ ഈ കാലത്ത് എല്ലാ വിവരങ്ങളും ഇപ്പോൾ ഇലക്ട്രോണിക് അല്ലേ? അപ്പോൾ അത് ഉൾപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ആലോചിച്ചൂടെ ആ പ്രസ്താവന എന്തായിരിക്കും? തെറ്റായിരിക്കും എന്നുള്ളത്. ഓക്കെ, അടുത്തത് വിവരം ലഭ്യമാക്കുന്നതിൽ പൊതു താല്പര്യത്തിന് പ്രാധാന്യമുണ്ട്. ശരിയാണ്. വിവരം ലഭ്യമാക്കുന്നതിൽ പൊതു താല്പര്യത്തിന് പ്രാധാന്യം ഇല്ലേ? അതിനുവേണ്ടിയല്ലേ വന്നത് തന്നെ. അപ്പോൾ 1, 2, 4. അപ്പോൾ 1, 2, 4 ശരിയായത് ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ? വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം മൂന്നാമതൊരു വ്യക്തിയുടെ പക്കൽ നിന്നാണ് സ്വീകരിക്കേണ്ടത് അല്ലേ? അപ്പോൾ ആ വ്യക്തി രഹസ്യമായി കരുതുന്നതുമാണെങ്കിൽ അനുവർത്തിക്കേണ്ട നടപടികൾ പറഞ്ഞേ. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം മൂന്നാമതൊരു വ്യക്തിയുടെ പക്കൽ നിന്നാണ് സ്വീകരിക്കേണ്ടതും ആയത് ആ വ്യക്തി രഹസ്യമായി കരുതുന്നതും ആണെങ്കിൽ അനുവർത്തിക്കേണ്ട നടപടികൾ. അപ്പോൾ വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 11 പ്രകാരം വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം മൂന്നാമതൊരു വ്യക്തിയുടെ പക്കൽ നിന്ന് സ്വീകരിക്കേണ്ടതാണ്. ആ വ്യക്തി രഹസ്യമായി കരുതുന്നതാണ് എന്നുണ്ടെങ്കിൽ അത് വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 11. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം തടയുന്നതിനായി ഉണ്ടാക്കിയ പോക്സോ നിയമം നിലവിൽ വന്ന വർഷം വളരെ 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 പ്രധാനപ്പെട്ടതാണ്. പോക്സോ നിയമം എന്നാണ്? പോക്സോ നിയമം 2012 പോക്സോ നിയമം. ലൈംഗിക അതിക്രമം തടയുന്നതിനായിട്ട് ഉണ്ടാക്കിയ പോക്സോ നിയമമാണ് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം തടയാൻ 2012. പുരുഷത്വം ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരാളെ ദേഹോപദ്രവം ഉണ്ടാക്കുന്നത്. ഇന്ത്യൻ ദേഹോപദ്രവം ശിക്ഷാ നിയമത്തിൽ ഏത് കുറ്റമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പുരുഷത്വം ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരാളെ ദേഹോപദ്രവം ഉണ്ടാക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഏതിന് ഉദാഹരണമാണ്? കഠിന ദേഹ ഉപദ്രവം. അപ്പം നിങ്ങൾ നോക്കണം ഏതൊക്കെയാണ് പിള്ളേരെ കഠിന ദേഹോപദ്രവം. ഒരാളുടെ കാഴ്ച അല്ലേ? നോക്കുക, IPC സെക്ഷൻ 320 നിർബന്ധമായിട്ടും പഠിക്കണം. IPC സെക്ഷൻ 320 പ്രകാരം പുരുഷത്വം ഇല്ലാതാക്കുന്നത്, കണ്ണുകളിൽ ഏതെങ്കിലും കാഴ്ച എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുന്നത്, അതുപോലെ തന്നെ തലയോ മുഖമോ എന്നേക്കുമായിട്ട് വിരൂപമാക്കൽ, ജീവന് അപകടമുളവാക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ അപകടമേറ്റ ആൾ ആ ദിവസം ശ്രദ്ധിക്കണേ 20 ദിവസം തീവ്രമായ ശാരീരിക വേദന അനുഭവിക്കുകയും ചെയ്യുക,
ചെവികളിൽ ഏതിനെങ്കിലും ശ്രവണശക്തി എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുക. അപ്പോൾ ഒന്ന്, കണ്ണുകളിൽ ഏതിൻ്റെയെങ്കിലും കാഴ്ച എന്നേക്കും. അപ്പോൾ ഉണ്ടാവും 2 കണ്ണും കാഴ്ച നഷ്ടപ്പെടുത്തിയാൽ മാത്രമാണോ കഠിന ദേഹോപദ്രവം എന്ന് ചോദിക്കും. അല്ല, കണ്ണുകളിൽ ഏതിൻ്റെയെങ്കിലും ഒന്നിൻ്റെ കാഴ്ച എന്നേക്കുമായി ഇല്ലാതാക്കിയാലോ, ചെവികളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ശ്രവണശക്തി എന്നേക്കുമായി ഇല്ലാതാക്കിയാലോ, തലയോ മുഖമോ എന്നേക്കുമായിട്ട് വിരൂപമാക്കിയാലോ, പുരുഷത്വം എന്നേക്കുമായിട്ട് ഇല്ലാതാക്കിയാലോ, ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവന് അപകടം ഉളവാക്കുന്നതോ അല്ലെങ്കിൽ ആ അപകടത്തിന് ശേഷം 20 ദിവസം അവൻ തീവ്രമായ ശാരീരിക വേദന അനുഭവിക്കേണ്ടി വരികയോ ചെയ്താൽ അതെന്താണ്? കഠിനമായ ദേഹോപദ്രവമാണ്. സെക്ഷൻ 320. ശ്രദ്ധിക്കണം, കഠിനമായ ദേഹോപദ്രവം സെക്ഷൻ IPC സെക്ഷൻ 320 പിള്ളേരെ. IPC സെക്ഷൻ 320. ഓക്കെ. വിവാഹിതയായ സ്ത്രീകൾ അസ്വാഭാവിക സാഹചര്യങ്ങളിൽ മരണപ്പെടുമ്പോൾ സ്ത്രീധന മരണവുമായി കണക്കാക്കുന്നത് വിവാഹശേഷം എത്ര വർഷങ്ങൾക്കുള്ളിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണം സംഭവിക്കുമ്പോഴാണ്. പറഞ്ഞേ, എത്ര വർഷം കഴിഞ്ഞ് ആ സ്ത്രീ മരിച്ചാലാണ് അതിനെ സ്ത്രീധന മരണമായിട്ട് കണക്കാക്കുക. നോക്കുക, IPC സെക്ഷൻ 304B പ്രകാരം, IPC സെക്ഷൻ 304B പ്രകാരം, അപ്പോൾ B ഫോർ ഭാര്യ എന്ന് ഓർക്കണം. ഓക്കെ. IPC സെക്ഷൻ 304B പ്രകാരം സ്ത്രീ ശാരീരികമായിട്ട് മുറിവേറ്റോ അല്ലെങ്കിൽ പൊള്ളലേറ്റോ സ്വാഭാവിക സാഹചര്യങ്ങളിൽ അല്ലാത്ത വിധം അല്ലേ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ, എത്ര വർഷമാണ് പിള്ളേരെ? 7 വർഷം. സ്ഥിരം ചോദ്യമാണ്. 7 വർഷത്തിനുള്ളിൽ സ്ത്രീ മരണപ്പെടുകയാണെങ്കിൽ അതിനെ സ്ത്രീധന മരണം എന്ന് പറയാം. കല്യാണം കഴിഞ്ഞ് 1-2 കൊല്ലമല്ല, 7 വർഷം. എത്ര വർഷമാണ്? 7 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 7 വർഷത്തിനുള്ളിൽ ആ സ്ത്രീ മരണപ്പെടുകയാണെങ്കിൽ, 7 വർഷത്തിന് ഉള്ളിൽ ആ സ്ത്രീ മരണപ്പെടുകയാണെങ്കിൽ അതെന്താണ്? സ്ത്രീധന മരണമാണ്. ഒന്നുകൂടെ പറയാം, IPC സെക്ഷൻ 304B എന്ന് പറഞ്ഞാൽ ഭാര്യ എന്ന് ഓർക്കണം പ്രകാരം സ്ത്രീ ശാരീരികമായി മുറിവേറ്റോ പൊള്ളലേറ്റോ അല്ലെങ്കിൽ സ്വാഭാവിക സാഹചര്യങ്ങളിൽ അല്ലാതെയോ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിലാണ് മരണം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് സ്ത്രീധന മരണമാണ്. ഒരു വ്യക്തി ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഒരു കുട്ടിയെ അശ്ലീല കാര്യത്തിനായി വശീകരിച്ചാൽ, ഒരു വ്യക്തി ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഒരു കുട്ടിയെ അശ്ലീല കാര്യത്തിനായി വശീകരിച്ചാൽ പോക്സോ നിയമപ്രകാരം ഏത് കുറ്റമായി കണക്കാക്കും? സ്വാഭാവികമായിട്ടും ഏതാണ്? ലൈംഗിക പീഡനം അല്ലേ? ഇപ്പോൾ ഒരു കുട്ടിയെ അശ്ലീല കാര്യത്തിനായിട്ട് വശീകരിച്ചാൽ എന്താണ്? ലൈംഗിക പീഡനം. വളരെ പ്രധാനപ്പെട്ട, ചോദിക്കാൻ സാധ്യതയുള്ള 100ഓളം ചോദ്യങ്ങൾ നമ്മൾ നോക്കിയത് അല്ലേ? അപ്പോൾ 100 ചോദ്യങ്ങളിൽ നിന്നും അടുത്ത പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് നിർണ്ണയിക്കുന്ന ചോദ്യങ്ങൾ മാർക്കായിട്ട് രൂപപ്പെടും. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.